എന്റെ സ്വപ്നം, എന്റെ പവിത്രത ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ വീട്ടിൽ എത്ര വർഷം കഴിഞ്ഞാലും ഒരു വെർജിൻ ആണിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു ആൺകുട്ടിയെ പറഞ്ഞത്. അതെയോ? കാണാമോ? പിന്നെന്താ. താങ്ക് യു. എനിക്കും ആൺകുട്ടി തന്നെ ജനിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരു ആൺകുട്ടിയെ പറഞ്ഞത്. ആൺകുട്ടിയോ? അത് കൊള്ളാം, അത് അടിപൊളി. എന്താ ഇത്? കുഞ്ഞ് നന്നായിട്ട് വെളുത്തിട്ടുണ്ടല്ലോ. അതെ, കുഞ്ഞ് നല്ല വെളുത്ത് ചോന്നിരിക്കുന്നല്ലേ. നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാ ഒരു സംശയം വന്നു തോന്നിയത്. നീയും കറുത്തതാണ്, ഞാനും കറുത്തതാണ്. കുഞ്ഞ് മാത്രം അങ്ങനെ ഇത്ര വെളുത്തായിട്ട് ജനിക്കുന്നത്? നിങ്ങളുടെ ഈ സംശയം ഒരു കാലത്തും തീരാ. കുഞ്ഞ് കരയുന്നു, ഇങ്ങോട്ട് താ, ഞാൻ പാല് കൊടുക്കട്ടെ. മാഡം, വലിയൊരു അബദ്ധം പറ്റി മാഡം. എന്താ മോളെ? കുഞ്ഞിനെ മാറ്റിക്കൊടുത്തു മാഡം. എന്ത്? കുഞ്ഞ് മാറിപ്പോയിന്നോ? സോറി മാഡം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങളൊന്ന് ചോദിക്കുക. സോറി സർ. എത്ര സിമ്പിൾ ആയിട്ട് സോറി എന്ന് പറയുന്നത്. കൊണ്ടുപോവാ, സൂക്ഷിച്ച്. മാഡം, കുഞ്ഞ് മാറിപ്പോയി മാഡം. കുഞ്ഞ് മാറിപ്പോയി, ഒരു അബദ്ധം പറ്റിപ്പോയതാ മാഡം. ഇപ്പൊ സമാധാനായി. ഇതാ മാഡം നിങ്ങളുടെ കുഞ്ഞ്. നമ്മുടെ കുഞ്ഞെങ്ങനെ വെളുത്തായിട്ട് ജനിക്കുന്നത്? വാടാ എന്റെ കറുപ്പ് ഡയമണ്ടേ. ആദ്യമായിട്ട് എന്റെ മകൻ നിങ്ങളുടെ ഭാര്യ എടുത്ത് പാല് കുടിച്ചതുപോലെ നിങ്ങളുടെ മകനും എന്റെ ഭാര്യ അടുത്തുനിന്ന് പാല് കുടിച്ചു. സാർ, ഇനിയിപ്പോ നിങ്ങളുടെ മകൻ എന്റെ മകൻ എന്നൊന്നുമില്ല, രണ്ടുപേരും നമ്മുടെ കുട്ടികളാ. ഇങ്ങനെ വേറെ വേറെ അമ്മമാർക്ക് ജനിച്ചിരുന്നാലും രണ്ട് അമ്മമാരുടെ അടുത്ത് പാല് കുടിച്ച് അനിയനും ചേട്ടനും പോലെ അടുത്തടുത്ത വീട്ടിൽ വളർന്ന ഇവര് അവരുടെ ചിന്തകൾ ഒരേപോലെ ഇരിക്കും. അവർ ചെയ്യുന്നതും ഒരേ കാര്യമായിരിക്കും. അങ്ങനെ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പരിപാടി തീരുന്നതിനിപ്പുറം എററോ? അല്പം മുമ്പ് കിട്ടിയ പ്രധാന വാർത്ത: അശ്ലീല വെബ്സൈറ്റുകളെ ഗവൺമെന്റ് ഇന്ന് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തു. കൂടാതെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അശ്ലീല ചിത്രങ്ങൾ കണ്ടാൽ വിചാരണ ചെയ്യപ്പെടാതെ അവരെ ജയിലിലടയ്ക്കാൻ ഉത്തരവിട്ടു. അശ്ലീല ചിത്രങ്ങൾ കാണരുതെന്ന് വിലക്ക് ഏർപ്പെടുത്തിയ ഗവൺമെന്റിനെതിരെ യുവാക്കൾ സമരം ചെയ്യുന്നു. ഈ സമരത്തിന് നേതൃത്വം വഹിക്കുന്നത് ചെറിയ പണ്ടൊക്കെ വെള്ളക്കാരെ തുരത്താൻ വേണ്ടിയിട്ടായിരുന്നു പോരാട്ടം നടന്നിരുന്നത്. ഇതിനൊക്കെയാണ് പോരാട്ടം ചെയ്യുന്നത്. എന്റെ കുട്ടികൾ ചെയ്യുന്നതും വെള്ളക്കാരെ പുറത്താക്കാനുള്ള പോരാട്ടം. ബീച്ചിൽ സമരം നടത്താതെ എന്തിനാ വീടിന് മുന്നിൽ സമരം നടത്തുന്നേ? ബീച്ചിൽ സമരം നടത്തി പോലീസ് അടിക്കുന്നുള്ള പേടിയാണോ? പേടിയോ? എനിക്കോ? എന്നെ ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ വീട്ടിന് പുറത്ത് പോരാട്ടം നടത്തുന്നത്. ഒരു മിനിറ്റ്. ഞാൻ ആരെങ്കിലും അടിക്കാതിരിക്കാനാ വീട്ടിന് പുറത്ത് പോരാട്ടം നടത്തുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നല്ലതാണോ? നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ടോ ഇങ്ങനെ ചെയ്തത് നല്ലതാണെന്ന്? ചോദിക്ക്. ഇതിന് പോരാട്ടത്തെ ആദരിക്കുന്നുണ്ടല്ലോ. ഇതിന് നേതാവ് നിങ്ങളാണോ? നേതാവോ? ഇവിടെ നോക്ക്, എന്നെ നേതാവെന്ന് വിളിക്കുന്നില്ലേ, എന്റെ ആരാധകന്മാരാണ് നേതാക്കന്മാർ. കൂട്ടം കൂടിയതിൽ ഇവരാണ് നേതാക്കന്മാർ. നിങ്ങൾ മുന്നോട്ട് പോ. വേണ്ടി വിപ്ലവം ചെയ്യാൻ മാത്രം അങ്ങനെ എന്താ പ്രത്യേക ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെന്താ വളരെ സ്ലോ? എടാ സിപ്പ് ഇട്രാ, ആരെങ്കിലും കാണാൻ പോകും. സിപ്പ് റിപ്പയർ ആയി. സിപ്പ് റിപ്പയർ ആണോ? എന്തുവാടേ പറയുന്നത്? എടാ ഞാൻ പറഞ്ഞു റിപ്പയർ ആയി കുടുങ്ങിയെന്ന്. എടാ പുതിയ പാൻ്റൊക്കെ മേടിക്കുമ്പോൾ അതിൽ ഇച്ചിരി എണ്ണ ഒഴിക്കണമെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാനാ? ഇതൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലേ പറഞ്ഞാൽ മതി. ഒന്ന് അനങ്ങാണ്ടിരിക്കടാ, ഒന്ന് അനങ്ങാണ്ടിരിക്കടാ. ഇതിലേക്ക് സാമാനം കുടുങ്ങി പോയി പിന്നെ പറഞ്ഞിട്ട് വരാം. ഒന്ന് അനങ്ങാണ്ടിരിക്കടാ. പോവേ, എന്ത് സിപ്പാടത്? ഏത് കടയിലെ പാൻ്റാണ്? എന്താ ചെയ്യുന്നേ?
അയ്യേ ഇന്റർനെറ്റിൽ വിടടാ, വീഡിയോ എടുക്ക്. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്, എടാ അങ്ങോട്ട് നോക്ക്. വന്ന് നിങ്ങളൊന്ന് സഹായിക്കാൻ നോക്കടാ. സിബ് റിപ്പയർ ചെയ്യാൻ പോയിട്ട് കോളേജിൽ തന്നെ ഇവരെ കുറിച്ച് എന്ത് വിചാരിച്ചിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ മനസ്സിലാവും. ഇതൊക്കെ ഒരു സംഭവമാണടാ. എന്റെ നാണക്കെടുത്തിനെ കൊല്ലം പറഞ്ഞ ഓളാക്കി ചളാക്കലടാ. ഇനി കോളേജിൽ പോയി എങ്ങനെയാളിയാ നമ്മള് മുഖം കാണിക്കുന്നത്? ഇനി ആരായാലും നമ്മളെ ഒരു ഗേ എന്നല്ലേ കണക്കാക്കുള്ളൂ. നാണക്കെടുത്തുന്നത് അതെയോ? നീ എന്ത് വിചാരിച്ചിട്ട് ഇപ്പൊ പെണ്ണിനെ പോലെ കരഞ്ഞോണ്ടിരിക്കുന്നേ? ഇത് പെണ്ണിനെ പോയത് നിന്നെ ഒരു ഗേ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയണ വിഷമം എന്താ? ഇവിടെ ഒഴിക്കുന്നതിന് പകരം നിനക്ക് എന്റെ വായിൽ വെച്ചുവിടടാ. ആ ഒരു ഭാഗം എല്ലാ പ്രശ്നവും. അളിയോ, നീ കരയുന്നില്ലടാ? കഴിക്ക് വാസു. എന്റെ വീട്ടിലെ ലഞ്ച് എങ്ങനെയുണ്ടെന്ന് നോക്ക്. അല്ല ഒരു ഇച്ചിരി ഡൗട്ട് ഉണ്ട്. ഇത്രയും ദിവസം ഒന്നും എന്റെ അടുത്തൊന്നും ആരും ഇരിക്കാറില്ലായിരുന്നല്ലോ. എന്താ കാര്യം? നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങൾക്ക് സേഫ്റ്റിയാണ്. സേഫ്റ്റിയോ? അതെന്ത് സേഫ്റ്റിയാ? നിങ്ങൾ ഗേ അല്ലേ, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്നും ചെയ്യില്ലല്ലോ. ഇങ്ങനെ കോളേജിൽ എല്ലാവരും ഇവരെ കളിയാക്കുമ്പോ മാലാക പോലെ ഒരു പെണ്ണ് അയൽവക്കത്ത് താമസിക്കാൻ വന്നു. അവളെ വളച്ച് ഈ നാട്ടിലുള്ളവർക്ക് ഇവർ ഗേ അല്ലെന്ന് പ്രൂവ് ചെയ്യാന്ന് വിചാരിച്ചാ അതിലൊരു പ്രശ്നമായി. ഹലോ അളിയാ, നമ്മുടെ വീടിനെതിരെ ഒരു പുതിയ പെണ്ണ് വന്നിട്ടുണ്ട്. അടിപൊളിയാടാ. ഞാനൊന്ന് ലൈൻ ഇട്ടേ, പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ അങ്ങനെ നീ മാത്രം എൻജോയ് ചെയ്യണ്ട, ഞാനില്ലാതെ. നോക്ക് നോക്കി. കണ്ടില്ലല്ലോ, മിസ് ചെയ്തല്ലോ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനിവിടെ ഇല്ലേ. എടാ വാസു, എന്താ ഡാഡി? മോളിൽ എന്താ ചെയ്തോണ്ടിരിക്കണേ? താഴ്ത്തിക്കോടാ. സ്റ്റാർ കൗണ്ട് ചെയ്തതാ ഡാഡി. വരുവാ ഡാഡി, വാടാളിയാ. പെങ്ങളെ കെട്ടിയ ശ്രീധന തുക തരുവോ അളിയ അളിയ. എടാ പിടിച്ചോണ്ടിരിക്കാനായിട്ടില്ലേ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ. ഡാഡി എടാ എന്താടാ മോളിൽ ചെയ്തോണ്ടിരിക്കണത്? ജോയ്സ്റ്റിക് ഇട്ട് കളിച്ചോണ്ടിരുന്ന ഡാഡി. ഷൂട്ടിംഗ് ഗെയിം അങ്കിൾ. കളിക്കൂട്ടുകാരായിട്ടാ വളർത്തിയേക്കണത്. എടാ ഈ പിന്നെ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നത്. അതെ, നൈസ് ടു മീറ്റ് യു. ഏരിയ അറിയില്ലല്ലോ, അതാണ് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോണത്രേ. ഒന്ന് കൂടെ പോയിട്ട് വാ. ഞങ്ങളോ? നിങ്ങളോടാണ് പറഞ്ഞത്, പോയി കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിച്ച് കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം അങ്കിൾ, പക്ഷെ ഞങ്ങളല്ല സൂക്ഷിച്ച് നോക്കിക്കോളാന്ന് പറഞ്ഞതാ അങ്കിൾ. ഡാഡി ബൈ. അതാ നമ്മൾ നോക്കിയ കാര്യം പറയാതെ നമ്മൾ എങ്ങോട്ടാ ഒരു പിടിയില്ല. ഇതാ താക്കോല്. നീ തന്നെ ഓടിക്ക്. നിനക്ക് ഓടിക്കാറില്ലേ? എനിക്ക് ഓടിക്കാൻ അറിയാം. ഇപ്പൊ നീ ഓടിക്ക്. നീ ഫ്രണ്ടിലിരുന്നോ. ഞാനും പറഞ്ഞോ. അയ്യോ, നിങ്ങൾ രണ്ടുപേരും മുകളിലെ റൂമിൽ എന്താ കണ്ടേ? നിന്നെ കണ്ടില്ലെന്ന് ഒന്നും പറഞ്ഞതാ. കണ്ടില്ല അല്ലേ അളിയ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നും കണ്ടിട്ടില്ല സത്യമായിട്ടും? ഇല്ലെന്നേ, ഒന്നും കണ്ടില്ല. എന്തോ ദൈവമേ. അതല്ല, നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞിരുന്ന അതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾ കണ്ടത് കുറച്ചുകൂടെ അടുത്ത് കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ കണ്ടതാ, ഞാൻ നല്ലപോലെ കണ്ടതാണ്. അതെ, കാണാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഡിസ്റ്റൻസിലല്ലേ കണ്ടത്, അതുകൊണ്ട് വളരെ കുഞ്ഞായിരുന്നു കാണാനായിട്ട്. പക്ഷെ കൊള്ളായിരുന്നു. സത്യം. നിങ്ങൾ മാത്രം കണ്ടാ മതിയോ? എനിക്കെന്താ കാണാൻ പാടില്ലേ? എന്ത്? രണ്ടുപേരും അവിടെ പോയി ഡ്രസ് അഴിച്ചിട്ട് നിക്ക്. ഡ്രസ് കഴിക്കണോ? ഇവിടെ വെച്ചോ? പ്ലീസ് വേണ്ട. നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഡ്രസ് വേണ്ട, നമുക്ക് വീട്ടിൽ പോയാലോ? വീട്ടിൽ അതൊന്നും പറ്റില്ല. വേഗം ഡ്രസ് അഴിക്ക്. നമ്മൾ നല്ലോണം പെട്ടു. വെച്ച് കഴിക്കണം. പെട്ടെന്നാവട്ടെ. ഓക്കെ ആണോ? ആഹാ, താഴെ ഉള്ളതും അഴിക്കേ. എന്തുകൊണ്ടത്? ഷെഡ് ഇട്ടിട്ടുണ്ടോ? അബദ്ധവശാലും എന്നാ അഴിച്ചോ? കുന്തം എന്തുവാടാ ഇതൊക്കെ? നമ്മളിവിടെ റോട്ടിലെ ഷെഡിയോടെ നിർത്തിയല്ലോ. മതിയോ? ജെട്ടിയും അഴിച്ചോളാം. നിന്റെ ഷോർട്സ് പോലും അഴിച്ചിട്ടില്ല. ഞങ്ങൾ ഷെഡ് അയക്കാൻ പറയുന്നു. എന്റെ അച്ഛൻ പോലീസാ. നിങ്ങൾ കണ്ടത് അച്ഛനോട് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും പിടിച്ച് ജയിലിലിടും. വേഗം അഴിക്കേ. വേണ്ട വേണ്ട വേണ്ട, അഴിച്ചു കാണിച്ചു തരാം. നമ്മുടെ അവസ്ഥ എങ്ങനെയായല്ലോ അളിയ. ചാട്ടി എടുത്ത് അടുത്ത് എന്താ? നിങ്ങളുടെ ഡ്രസ്സെല്ലാം എടുത്ത് എറി. എന്താ? എങ്ങോട്ട്? കാറിലേക്ക് എറി. അല്ല, ഇതെങ്ങോട്ട് പോണ അവള്?
എടി, എന്റെ dress, ഷർട്ട് ഇയ്യടി, എന്റെ ഷർട്ട് ഇയ്യടി. എടാ, അടി. അയ്യോ. എടി, പോലെ, പോലെ. ഞങ്ങളുടെ വേറെ ഡ്രസ്സില്ല ആരുമില്ലെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വന്നേ. ആരുമില്ല. നോക്കളിയാ അവരെന്താ ചെയ്യുന്നെന്ന് ഇവന്മാരെ ചുമ്മാ വിട്ടാ പറ്റത്തില്ല, എടുത്ത് ഫേസ്ബുക്കിൽ തന്നെ ഉണ്ടോ ഇപ്പൊ തന്നെ. കറക്റ്റാടാ വാ എടുക്കാം ഒന്ന് എന്തോടാ മിന്നലോ? എടാ എന്ത് മിന്നലോ? കോളേജിൽ മാത്രമല്ല ആ ഏരിയയിലുള്ളവർ തന്നെ ഇവിടെ ചെയ്തു വെക്കുന്നു. ഞാനും കളിക്കൂടാ ആര്? നീയോ? മിണ്ടാണ്ടിരിടാ. അളിയാ എനക്കൊരു കളിതാടാ എടാ ഗെയിം രണ്ടാളെ കളിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 4 പേര് കളിക്കണം. ചെന്നാരെങ്കിലും കൂട്ടിക്കൊണ്ടു വാ പോ. ഒന്നിങ്ങോട്ട് വാ, ഒരു കളി കളിച്ചിട്ട് പോവാ. ഏയ് ഞാൻ വരുന്നില്ല, ആ എവിടെ പോവാ? ഞാൻ നമ്മുടെ കിഷോറിന്റെ ബാച്ചിലർ പാർട്ടിക്ക് പോവാ. കിഷോറിന്റെ ബാച്ചിലേഴ്സ് പാർട്ടിയോ? എടാ ഞങ്ങളെ വിളിച്ചില്ല. ഏയ് നിന്നെ വെച്ച് ആര് വിളിക്കടാ കുണ്ടന്മാര്. എടാ, പോന്നെ, പോന്നെ നിന്നെ. വേണ്ടാട്ടോ. ഏയ് ഇവിടെ നോക്ക്, എന്റെ ഈ സുഹൃത്തുക്കൾക്കും കല്യാണം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ നടത്തും ബാച്ചിലർ പാർട്ടി, പൊളിച്ചെടുക്കൂടാ. എടാ രവി, ക്രിക്കറ്റ് കളിക്കാൻ വരാതെ എങ്ങോട്ടാ പോകുന്നേ? കിഷോറിന്റെ കല്യാണത്തിന് പോവാളിയാ. ആരടാ ആ കീറിയ പാനിടുന്ന കിഷോറോ? എടാ അളി, അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ട് ഞങ്ങളെ വിളിച്ചില്ല? കുണ്ടന്മാരെ കല്യാണത്തിന് വിളിച്ചാൽ പ്രശ്നമാണെന്നും പറഞ്ഞോണ്ട് ഞാനും വിളിച്ചില്ല, അവനും വിളിച്ചില്ല. അപ്പൊ നീ എന്തിനാ ഈ കല്യാണത്തിന് പോകുന്ന? വാ, നമുക്ക് ജോളിയായിട്ട് ക്രിക്കറ്റ് കളിക്കടാ. അല്ലേ, കറക്റ്റ് അല്ലേ? എടാ അവൻ പറഞ്ഞ നമ്മളെയാ. നമ്മളെ പിന്നെ തന്തയാണ് അത്, പന്നി. എടാ പട്ടി, ഞാനും എന്റെ ആളിയാണ്ടും വേറെ വേറെ പെണ്ണുങ്ങളെ ഒരേ മണ്ഡപത്തിൽ വെച്ച് കല്യാണം കഴിച്ച് കാണിക്കോടാ. അന്ന് നിന്നെ ഒന്ന് വിളിക്കത്തില്ല. നായിന്റെ മോനെ ഇതെന്റെ വാക്കാടാ. കാണിച്ചു തരടാ. ഫോറിനിൽ പോയി ഒരേ വീട്ടില് ഹണിമൂൺ ആഘോഷിക്കടാ. കാണിച്ചു തരൂടാ പട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു. അതിനുശേഷം ഇവര് തന്റെ കൈ മാത്രം വിശ്വസിച്ചിരുന്നപ്പോഴാണ് ഒരു വലിയ പ്രശ്നം ഇവർക്ക് ഉണ്ടായത്. ഫോൺ ബാൻ. ജല്ലിക്കെട്ട്, മീത്തേൻ, സ്റ്റെർലൈറ്റ്, ഇങ്ങനത്തെ പോരാട്ടത്തിന് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഈ പോരാട്ടത്തിന് എന്താണ് വ്യത്യാസം? അടിപൊളി ചോദ്യം കേട്ടോ. ഈ ജല്ലിക്കെട്ട് പോരാട്ടം മാത്രമല്ലാണ്ട് മറ്റുള്ള എന്ത് പോരാട്ടമായാലും പണി നിർത്താനായിട്ട് ചെയ്ത പോരാട്ടം. പക്ഷെ ഈ പോരാട്ടം ഞങ്ങളുടെ സന്തോഷമായി കൈപ്പണി നിർത്തിയത് കൊണ്ടുള്ള പോരാട്ടമാണ്. നമ്മുടെ കൈ, നമ്മുടെ സ്വന്തം കൈ. വേണ്ടിയുള്ള ഈ പോരാട്ടത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഇത് അടിച്ചമർത്തലിന്റെ പോരാട്ടമല്ല, ഞങ്ങളുടെയൊക്കെ എണീറ്റ് നിൽക്കാനുള്ള പോരാട്ടമാണിത്. യുവജനങ്ങൾ ഇതിനു വേണ്ടി സമരം നടത്തിയ നാട് എങ്ങനെയാ മുന്നേറുന്നേ? ഇപ്പൊ എന്താ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയാ. തട്ടിത്തടഞ്ഞ് താഴെ കിടക്കുന്നേ. ഇതിനൊക്കെ കാരണം എന്താ? ബീവറേജ്. ആദ്യം നിർത്താൻ നോക്ക്. വിട്ടുപടത്തിന് വേണ്ടിട്ടാണോ ഈ പോരാട്ടം? മാഡം, നിങ്ങൾ കാണുന്ന പടം പകുതിന്ന് കണ്ട കഥ മനസ്സിലാവോ? പക്ഷെ ഞങ്ങൾ കാണുന്ന പടം എവിടുന്ന് കണ്ടാലും കഥ മനസ്സിലാവും. നിങ്ങളുടെ പടങ്ങളിൽ മുഴുവൻ വയലൻസാ, പക്ഷെ ഞങ്ങളുടെ പടങ്ങളിലോ വയലൻസേ ഇല്ല. ഞങ്ങളുടെ പടങ്ങളിൽ എപ്പോഴും ഹാപ്പി എൻഡിങ്സ്. മലയാളം അറിഞ്ഞവൻ മലയാള പടം മാത്രമേ കാണൂ. ഞങ്ങൾ ഹിന്ദി, തമിഴ്, കൊറിയൻ, ജാപ്പനീസ്, ഇംഗ്ലീഷ് എന്ന് എല്ലാ പടങ്ങളും കാണും. ഇവിടെ കൂട്ടായ്മ വളർത്തുന്നത് ആരാണ്? ഞങ്ങളാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ പടങ്ങളിൽ ജാതി, മതം എന്ന യാതൊരു വേറുപാടുമില്ല. ഇവിടെ സമത്വം വളർത്തുന്നത് ആരാ? അതും ഞങ്ങൾ തന്നെയാ. അത് മാത്രമല്ല, ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒറ്റൊരു കാര്യം പറയാം. ഈ പോരാട്ടം ഞങ്ങളുടെ കൈക്ക് വേണ്ടിയ പോരാട്ടം മാത്രമല്ല, നിങ്ങളുടെ കൈക്കും വേണ്ടിയുള്ള പോരാട്ടമാണിത്. കൊള്ളാലോ, ഇതിനെയും പോരാട്ടമെന്നാണോ പറയുന്നേ? സൈറ്റ് അടിക്കുന്നവനെ തടയൂ, സൈറ്റ് കണ്ടടിക്കുന്നവനെ ഒരിക്കലും തടയരുത്. അടിപൊളി ഡയലോഗ്. നമ്മുടെ കൈ. അശ്ലീല സിനിമകൾ ഇന്റർനെറ്റിൽ കണ്ട് ഡൗൺലോഡ് ചെയ്താൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും. ഇതിനെതിരെ ആക്ടർ MTRന്റെ വീടിന്റെ മുൻപിൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ടുഡേ ഷോ. എല്ലാവരുടെ മനസ്സും എത്ര നോട്ടിയാണെന്ന് നമുക്ക് നോക്കിയാലോ? വരൂ, നമുക്ക് ഷോ തുടങ്ങി കളയാം. ഹായ് ഗൈസ്, ഞാൻ പൂജ, ഇതെന്റെ ക്യാമറമാൻ. നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയെങ്കിൽ സോറി കേട്ടോ. ഇതൊരു ഗെയിമാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്താണ് ആദ്യം വരുന്നത് അത് സത്യസന്ധമായിട്ട് പറയണം. റെഡിയാണോ? ഷാൽ വി സ്റ്റാർട്ട്? ഒരു വാക്ക് ഇംഗ്ലീഷിൽ F-ൽ ആരംഭിച്ച് UCK-യിൽ അവസാനിക്കും. അതെന്ത് വാക്കാ? എന്താ ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നേ? യു. ഇതിൽ ആലോചിക്കാൻ എന്താ ഫക്കല്ലേ? നോ, യു. ഇംഗ്ലീഷിലാവും പറഞ്ഞു, മലയാളത്തിൽ ഞാൻ പറയാം. ഓ ഡീ, എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നീ ഇതൊക്കെ ചെയ്യുന്നേ? എന്താടി നീ ചെയ്യുന്ന പ്രോഗ്രാം ഒരു പയ്യൻ ചെയ്യാൻ പോലും ഒന്ന് ആലോചിക്കും. നിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഒന്നും നീ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം ഡബിൾ മീനിങ് കേട്ടിട്ട് വെറുപ്പ് തോന്നുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ നിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ 2 ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന ആ 2 പെണ്ണുങ്ങളെ നോക്ക്. ആ 2 പെണ്ണുങ്ങളിൽ ആരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് നീ ഒന്ന് ഗസ് ചെയ്ത് പറ. ആ പെങ്കൊച്ച് കഴിക്കുന്ന സ്റ്റൈലിൽ തന്നെ മനസ്സിലാവുന്നില്ലേ? എങ്ങനെയാ ഐസ്ക്രീം നക്കി കാമായിട്ട് കഴിക്കുന്നേന്ന് കണ്ടില്ലേ? ഇവിടെ നോക്ക്, എങ്ങനെയാ കടിച്ച് വികർസായിട്ട് കഴിക്കുന്നേന്ന്. ഇതിൽ തന്നെ മനസ്സിലായില്ലേ ആർക്കാ കല്യാണം കഴിഞ്ഞേന്ന്? ആ ഫസ്റ്റ് ടേബിളിൽ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്ന പെണ്ണിന്റെയാണ് കല്യാണം കഴിഞ്ഞത്. അതെങ്ങനെയാ? അവളുടെ കഴുത്തി കിടക്കുന്ന താലിയും കാലിലിട്ടിരിക്കുന്ന മിഞ്ചിയും കണ്ടാ ഞാൻ പറഞ്ഞ.
നമ്മുടെ കാഴ്ചയിലാണ് എല്ലാം ഉള്ളതടി. എന്താണ് മീനിങ് എന്നും എന്താണ് ഡബിൾ മീനിങ് എന്നും FUCK എന്ന് പറഞ്ഞ ഒരു വാക്ക് തന്നെയല്ലേ? എല്ലാരും പറഞ്ഞത് തെറ്റാണ്. The right answer, fire truck. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ചേട്ടാ, എല്ലാവരുടെ മൈൻഡ്. ചേട്ടാ, എന്താടി? നമ്മുടെ മോന് ചേരുന്ന ഒരു പെണ്ണിനെ കിട്ടി. അതെയോ? വേഗം വാ. ഇതാണ് എന്റെ മകള്, മോളെ പൂജെ. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടമ്മേ. നന്നായിട്ട് തന്നെ നോക്കിക്കൊള്ളണം. തിരിഞ്ഞു നില്ല്. കണ്ടല്ലോ, എല്ലാ സൈഡും നല്ലവണ്ണം നോക്കിക്കൊള്ളണം. ഇനി അങ്ങോട്ട് തിരിഞ്ഞേ. കണ്ടല്ലോ, 10 ലെഫ്റ്റ്. മതി, മോളിരുന്നോ. മോനെ, നല്ലവണ്ണം നോക്കിയല്ലോ, മുമ്പും പിമ്പും വലതും ഇടതും എല്ലാം. സർ, ഇതൊക്കെ എന്തിനാണ്? കണ്ടായിരുന്നു അനിയ, കണ്ടു. അന്നത്തെ സംഭവം അതിന്റെ തലവൻ നീ ആയിരുന്നുവല്ലോ. ഒരുപാട് ആപ്പുകളിലും പലതരത്തിലുള്ള വീഡിയോസും കണ്ടു കാണുമല്ലോ. അതൊക്കെ കണ്ടിട്ട് നാളെയുണ്ടല്ലോ എന്റെ മകൾക്ക് അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വിടരുതല്ലോ. അതുകൊണ്ടാ കേട്ടെ. കണ്ടിട്ട് തൃപ്തിയായില്ലേ? ആ, നിങ്ങളുടെ മകന് തൃപ്തിയായതുപോലെ എന്റെ മോൾക്കും തൃപ്തിയാവണം. അതിനു വേണ്ടി നിങ്ങളുടെ മകനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാ. വേണമെങ്കിൽ നിങ്ങളുടെ മകളെ പോലെ എന്റെ മോനെ എഴിച്ചു നിന്ന് മുന്നേയും പിന്നെയും കാണിക്കാൻ പറയട്ടെ. ആണുങ്ങൾ പ്രത്യേകിച്ച് എഴുന്നേറ്റ് നിന്നാ പാന്റിന്റെ സൈസും ഷർട്ടിന്റെ സൈസും എല്ലാം അറിയൂ. ഞാൻ അതല്ല പറഞ്ഞേ, ഞാൻ പറഞ്ഞു വന്നതേ വേറെയാ. അമ്മേ, അങ്ങേര് എന്ത് ടെസ്റ്റ് വേണമെങ്കിലും വെച്ചോട്ടെ. അതിനു മുമ്പ് ഞാൻ ബാത്റൂം ഒന്ന് പോയിട്ട് വന്നോട്ടെ. സാറേ, എന്റെ മോന് നിങ്ങൾ എന്ത് ടെസ്റ്റ് വേണമെങ്കിൽ വെച്ചോളൂ. അതിനു മുമ്പ് അവന് ബാത്റൂമിൽ പോണത്രേ. നിങ്ങളുടെ വീട്ടിൽ ബാത്റൂം എവിടെയാ ഉള്ളത്? ഇത്രയേ ഉള്ളൂ മോനെ. നേരെ പോയിട്ട് ഇടത് തിരിഞ്ഞോ, അവിടെയാണ് ബാത്റൂം ഉള്ളത്. സൂക്ഷിച്ചു പോണം. തറയിലെ മൊസൈക്കായിട്ടിരിക്കുന്ന വഴിക്ക് വീഴാതെ നോക്കണേ. മോ ടെസ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ പോയെന്നാ തോന്നുന്നേ. നമസ്കാരം. നമസ്കാരം. ഇതാ പയ്യന്റെ ജാതകം. ഈ ജാതകം എല്ലാം വെച്ചൊരു പയ്യന്റെ ഭാവി തീരുമാനിക്കാനേ പറ്റില്ല. പക്ഷെ ഹസ്തരേഖ ഇവരെങ്ങനെ ജീവിച്ചു, എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് കറക്റ്റാ പറയും. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാ, എന്റെ പഴയ തലമുറയെല്ലാം നല്ല ഒന്നാം ദിനം കൈനോട്ടക്കാരാ. ആ വഴി വന്നവനാ ഞാൻ. അതാ പറയുന്നേ. മോനെ, എവിടാ നിന്റെ കൈ ഒന്ന് കാണിച്ച്. ശരി അങ്കിൾ. മോനെ, വലത് കൈ രേഖയല്ല, ഇടത് കൈ രേഖ. ഇടത്ത്. അയ്യോ അങ്കിൾ, നിങ്ങൾ ആരോ പറഞ്ഞു പറ്റിച്ചതാണ് അങ്കിൾ. ആണുങ്ങൾക്ക് എപ്പോഴും റൈറ്റ് ഹാൻഡ് ആണ്, പെണ്ണുങ്ങൾക്കാണ് ലെഫ്റ്റ് ഹാൻഡ് നോക്കണ്ടേ. മോനെ, വലത് കൈ രേഖ നിന്റെ പഠിപ്പ്, പണം, നിന്റെ ആയുസ് തീരുമാനിക്കും. പക്ഷെ ഇടത് കൈ രേഖ നീ എങ്ങനെയുള്ളതാന്ന് കറക്റ്റ് ആയിട്ട് പറയും. ഡോണ്ട് അഫ്രൈഡ്, പ്ലീസ് ഷോട്ട് ടു മീ, ഷോട്ട് ടു മീ. എന്താ കൈ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നല്ലോ. എന്താ കൈരേഖ ശാസ്ത്രജ്ഞ, എങ്ങനെയുണ്ട് എന്റെ സിംഹക്കുട്ടിയുടെ കൈരേഖ? അതില് രാജയോഗം കാണുന്നില്ലേ? എവിടാണോ രേഖ? ഇവൻ ചെയ്ത് ചെയ്ത് രേഖയെല്ലാം മാഞ്ഞു പോയി. എന്നെ പോലെ അങ്കിൾ പ്ലീസ് അങ്കിൾ, എന്നോ മാത്രം പറയല്ലേ. ഞാൻ വല്ലാണ്ട് വിഷമിക്കും. നല്ല കുട്ടിയായിട്ടിരുന്നോളാം പ്ലീസ്. ഡോണ്ട് അഫ്രൈഡ്. ഒരുത്തിന് കയ്യില് രേഖ ഉണ്ടെന്ന് വെച്ചാൽ അവന് കൈ അടിക്കുന്ന ശീലം മാത്രമല്ല, മറ്റ് പെണ്ണുങ്ങളുമായിട്ട് അടുപ്പമുണ്ടെന്ന് അർത്ഥം. ഒരുത്തിന് കയ്യിൽ രേഖ ഇല്ലെങ്കിൽ കൈ അടിക്കുന്ന ശീലം മാത്രമേ ഉള്ളൂ. അവന് കൈ പിടിക്കാൻ ഒരു പെണ്ണ് വേണമെന്ന അർത്ഥം. മോനെ, എനിക്ക് ഓക്കെ. നീ എന്റെ മോളുടെ മുന്നിൽ നിന്റെ കൈരേഖ കാണിക്കും. അവൾക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ. മംഗല്യം തന്തു നാളേന നവജീവന. എന്താ നോക്കുന്നേ? ചെല്ല് ചെല്ല് ചെല്ല്, പോയി രേഖയെ കാണിക്ക്. അയ്യോ കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. അയ്യോ സിമ്പിള് കുടുങ്ങിയല്ലോ മോനെ. മോനെ, ഇങ്ങനെ പതുക്കെ വിളിച്ചു കഴിഞ്ഞാ എങ്ങനെയാ കേക്കുന്നേ? മോനെ. അയ്യോ, നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോ വലിയ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് കൊണ്ടിരിക്കണ. അയ്യോ മോനെ. മോനെ, എന്താ വേദനയോടെ സൗണ്ട് വരുന്നേ? മോനെ, ഞാനിപ്പോ അകത്തേക്ക് വരാൻ പോവാ. മോനെ, ഞാൻ അകത്ത് വന്നു. കുഴപ്പമില്ലല്ലോ. എന്താ മോനെ പ്രശ്നം? എവിടെ എവിടെ നോക്കട്ടെ. എനിക്കും ഇതുപോലെ 2 പ്രാവശ്യം പെട്ടുപോയി. 2 തവണ കുടുങ്ങിയപ്പോ എങ്ങനെയാ എടുത്ത്? വെരി സിമ്പിൾ. ഒരു നിമിഷം. പത്മ, അവരെന്തിനാ വിളിക്കുന്നേ? അവളെ കൊണ്ട് അത് ഊരാൻ പറ്റൂ. നീ എന്തൊക്കെയാ പറയുന്നേ? അവള് ഡോക്ടറാ മോനെ. എനിക്ക് 2 പ്രാവശ്യം പെട്ടുവെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവളാണ് എടുത്തു വിട്ടേ.
പത്മ വെരി അർജന്റ്. കുഴപ്പമില്ല. എന്താന്നേ? ഹലോ എവിടെ ബ്രഷ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്ത് കുത്തുന്നുണ്ടല്ലോ. ഭയങ്കരമായിട്ട് കുത്തുന്നു. അല്ല അതെന്താ ബാത്റൂമോ അതോ ബെഡ്റൂമോ ഇങ്ങനെയൊക്കെ സൗണ്ട് ഒക്കെ വരുന്നത്? എന്ത് ലാസ്റ്റ് എന്തായാലും വിരൽ വെച്ച് ട്രൈ ചെയ്യാം. എന്ത് വരളോ? ഇനി ഇത് തടുത്തില്ലെങ്കിൽ ഞാൻ മനുഷ്യനല്ലാണ്ടായി പോവും. എടീ മോതിരം എടുക്കാനായിരുന്നല്ലേ? സോറി കേട്ടോ, അറിയാണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. Who are you? ഞാൻ വാസു, നിങ്ങളെ പെണ്ണ് കാണാനായിട്ട് വന്നതാ. സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. ഫസ്റ്റ് മീറ്റിംഗ് തന്നെ ബാത്റൂമിലായി പോയി. നിങ്ങളുടെ അച്ഛന് എൻ്റെ താഴെ കൈയിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കാണാനായിട്ട് വന്നു. സിബിന് പോലും മോനെ ഇഷ്ടമാ, പിന്നെ ഞങ്ങൾക്ക് പിടിക്കാതിരിക്കൂ? മോൻ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല, എല്ലാ സൈസും കറക്റ്റ് ആണ്. ആദ്യം മുറിവിൽ മരുന്ന് വെക്ക്, അത് പുറത്തു വരുമ്പോ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു തരാം. എനിക്ക് സമ്മതമാ, നിങ്ങൾക്കോ? ഞങ്ങൾക്കും വളരെ സന്തോഷം. പിടിക്കടി തട്ട്. തബല തബല തട്ട് നീ തബല, ഞാനൊരു സിംഗിള ആയിട് മിങ്കിള. സിംഗിൾ വണ്ടി ടേക്ക് ഓഫ് പോയടാ, ഒരു ഹാർട്ടിനുള്ളിൽ തട്ടിക്കേറിടാ. ഓഫർ എന്നും എനിക്കുണ്ടടാ, ഇനി ഡേ നൈറ്റ് ഡ്യൂട്ടി കൺഫേം ആണടാ. വീട് 4 ഉണ്ടെന്നാലും എന്തിനാണ് കാല് 4 ചേർന്നിടണണ്ടാ. വണ്ടി മേലെ വണ്ടി വാങ്ങി എന്തിനാടാ ഡെയിലി കളിക്ക്. തബല തബല തട്ട് നീ ഡബിള, ഞാനൊരു സിംഗിള ആയിട് മിങ്കിള. വീട്ടിനകത്ത് കേറിയ പിന്നെ വൈഫിനെ കണ്ടില്ല, കേട്ടാലും കേട്ടാൽ ആൻസർ ഒന്നാണ് ഔട്ടിംഗ് ആണേട്ടാ. പോയാലും പോട്ടെ എന്നങ്ങ് വിട്ടാൽ മനസ്സിൽ താട്ട, പൊക്കിയവൻ കൊണ്ടുപോയ കൈലാസ കോട്ട. പെഞ്ചാതി പോലെ നീ സ്നേഹത്തോടെ അടിപ്പാട് അവൾക്ക് നീ അപ്പപ്പോൾ. ഇത് മാത്രം അറിഞ്ഞാൽ സേവയൊന്നും വേണ്ട വേണ്ട. ഓടേ തബല തബല തട്ട് നീ ഡബിള, ഞാനൊരു സിംഗിള ആയിട് മിങ്കിള. വൈഫാണ് ഇവിടെ ലൈഫ് എന്നവൻ ചൊല്ലിയിടാ മാമാ, നല്ലോണം ഞാൻ നോക്കിയിടാന്ന് ചൊന്നാനേ രാമാ. അംബുജമാമി ഇടയ്ക്ക് വന്നു ചെയ്തല്ലോ ഡ്രാമ, പിന്നാലെ ഓടിപ്പോയി ഹയ്യോ രാമ. അടിപൊടി കരളെ വായി വെച്ചോണ്ട് ചുമ്മായിരി, അംബുജം വീട്ടില് ചുമ്മായിരിക്കണേ. അവളുടെ ബോയ് ഫ്രണ്ട് ചോദിച്ചിട ഞാനും പോയി. ഓടേ തബല തബല തട്ട് നീ ഡബിള, ഞാനൊന്നു സിംഗിള ആയിട് മിങ്കിള. ആദ്യ ദിവസം രാത്രി 7 മണി. ഹൗസ് മേറ്റ്സ് വീട്ടിന്റെ അകത്ത് കാലെടുത്ത് വെക്കുന്നു. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. എന്തൊക്കെ സംഭവങ്ങളാണോ ഇനി ഇന്ന് രാത്രി. നൈസ് പ്ലേസ്. സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂൾ ഇഷ്ടാ? പരസ്പരം മനസ്സിലാക്കാനായിട്ട് ഇതെന്തായാലും നല്ല പ്ലേസ് ആയിരിക്കും അല്ലേ? ഔട്ട്ലുക്ക് കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അകത്ത് പോയി നോക്കാം വാ.
എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ വലിയ സ്വിമ്മിംഗ് പൂളാണുള്ളത്. എങ്ങനെയാ വാസു നീ ഇത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചേ? അറിഞ്ഞൂടെ എന്റെ ഭാര്യക്ക് എന്താ വേണ്ടേന്ന്. അതെ, ഇത് അടിപൊളിയാ, സൂപ്പർ ചാൻസേ ഇല്ല. പിന്നെ ദാ അത് കണ്ടില്ലേ? എന്തുവാടാ ഇത്? എന്റെ ശബ്ദം കേട്ടല്ലോ. ദാ നോക്കിയേ, ഈ റിസോർട്ട് അടിപൊളിയല്ലേ? അപ്പൊ അതിനേറ്റ പോലെ നമ്മൾ അടിപൊളിയാവണ്ടേ? വാ, ഇന്ത്യയുടെ വർക്കെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളാം. സമയം രാത്രി 10 മണി. പുതിയ ദമ്പതിമാർ ആദ്യ രാത്രിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എന്താ അളിയാ, എന്റെ 25 വർഷത്തെ ആഗ്രഹമാടാ. ഇന്ന് രാത്രി അത് സമരമാവെന്ന് വിചാരിക്കുമ്പോ എനിക്ക് സ്പുല്ലടിക്കുന്നടാ. ആഗ്രഹം അടക്കിയില്ലെങ്കിലേ പോകുമ്പോഴത്തേക്കും പൊങ്ങിപ്പോയി. ഫ്ലൈറ്റിൽ വരുമ്പോ വേറെന്തൊക്കെയോ വീഡിയോ കാണാന്ന് വിചാരിച്ചോ? എല്ലാം ജീനിയസ് പറഞ്ഞ റിസർച്ച് വീഡിയോ ആണ്. ബാഹുബലി തന്നെ ആയാലും ഫസ്റ്റ് നൈറ്റിലെ ജസ്റ്റ് 1 മിനിറ്റേ ഉള്ളൂ. അളിയാ, അതിനാ എന്റെ അടുത്ത് ഒരു സ്പെഷ്യൽ സാധനം ഉള്ളത്. ജെന്യൂൻ പ്രോഡക്റ്റ്, നോ സൈഡ് എഫക്ട്. എന്താടാ ഇത്? ഡിലേ സ്പ്രേ ആടാ. ഈ സ്പ്രേ യൂസ് ചെയ്തെന്ന് വെച്ചോ 80 വയസ്സുള്ള കിളവനെ പോലും 18 വയസ്സുള്ള പയ്യനെ പോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റൂടാ. എടാ, നമുക്ക് ഈ സ്പ്രേ അടിച്ചാലേ പിന്നെ പെണ്ണുങ്ങളെ വളയ്ക്കാനായിട്ട് ഈ വിരൽ അങ്ങോട്ട് എടുത്ത് നല്ലപോലെ തടവി കൊടുത്ത കാതിലോട്ട് തടവണവടാ. ഇതടിക്കുന്നു, അടിച്ചു പൊളിക്കുന്നു, പൊളിച്ചടിക്കുന്നു. ബേബി, ഞാൻ നല്ല മൂഡിലാ. ലെറ്റ്സ് ഡു ഇറ്റ്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്ന? പ്ലീസ് ഡി കുഞ്ഞ്, എനിക്ക് വേണത്. പ്രൊട്ടക്ഷനോ? നമ്മളെന്താ ക്രിക്കറ്റാണോ കളിക്കാൻ പോണേ? കടയിലല്ലേ കളിക്കാൻ പോണേ? എന്തിനാടി പ്രൊട്ടക്ഷൻ വെച്ചാ കോണ്ടംടാ. ഓ, കാണ്ടമാണോ? 2.5 കിലോ ഇരിപ്പുണ്ട്. ശരി, പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ട് നീ റെഡി ആയിട്ടിരിക്കും. പെട്ടെന്ന് പറഞ്ഞോട്ടോ. വീര വേണ്ട, പറയുന്ന കേക്ക് വീര, പ്ലീസ്. ഞാൻ പറയുന്നത് നീ കേക്കാത്തെ. എന്തടി, എന്തെങ്കിലും വൃത്തത്തിലാണോ? വീര, പരസ്പരം നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്താലേ നമ്മൾ തമ്മിൽ മനസ്സിലാക്കാൻ കഴിയും. അയ്യോ, അതല്ലടാ, അച്ഛൻ. നിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് മുത്തശ്ശനാക്കിയേക്കാം. നമുക്ക് രണ്ടുപേർക്കും ഇപ്പോ അച്ഛനമ്മയാകാൻ നോക്കാം. അതല്ലടാ, അച്ഛൻ എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞത് കേൾക്കുമല്ലേ നീ? സ്മൈൽ. നിനക്ക് തീരെ ക്ഷമയില്ലല്ലോ. ഏയ്, എന്താടി കാണിച്ചു വെച്ചിരിക്കുന്നേ? എന്റെ മോള് പൂജേ, നീ നാട്ടിൽ പോകുന്നതിന്റെ അന്ന് വൈകിട്ട് മറക്കാതെ ഇത് ഇട്ടോളണം. ഇത് ഇട്ടതിന് ശേഷം സൈഡിലുള്ള ബട്ടൺ അങ്ങ് ഇളക്കിയിടണം. അച്ഛാ, ഞാനെന്തിനാ ഇതിടുന്നേ? ഇത് എന്തിനാ ഇടാൻ പറയുന്നെന്ന് അവൻ വരുമ്പോ നിനക്ക് മനസ്സിലാവും. ശരി അച്ഛാ. നീ എന്താ അവിടെ ചെയ്യുന്നേ? ഞാൻ വിചാരിച്ച ഒന്നും നടന്നില്ല. അപ്പൊ നിനക്കെന്തെങ്കിലും നടക്കുന്നതിന് മുമ്പ് എല്ലാം നശിപ്പിക്കാനായിട്ടായിരുന്നു ഞാൻ വാതിക്കലിരുന്നത്. മഹാഭാവി, നിനക്കെന്താ ഒന്നും നടക്കാത്തെ? പൈനാപ്പിൾ, സ്ട്രോബെറി, ചോക്ലേറ്റ്, മുന്തിരി തോട്ടം. പൈനാപ്പിൾ, അയ്യോ പൈനാപ്പിൾ കുത്തുമല്ലോ. വേറെ എന്തെടുക്കണോ കുത്താണ്ട്? എന്തൊക്കെ എടുക്കണം? അവൾ വരുന്നതിനപ്പുറം എല്ലാം റെഡി ആവണല്ലോ. എവിടെയൊക്കെ ഇടാൻ പറ്റുമോ എല്ലായിടത്തും ഇട്ട് വെച്ചേക്കാം. കിട്ടിപ്പോയി എല്ലാം കിട്ടിപ്പോയി റെഡിയായി പോയി. എവിടെയൊക്കെ ഇടാൻ പറ്റുമോ എല്ലായിടത്തും ഇട്ടാണ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ബേബി. പുറത്തുവിടാ.
ഇടേണ്ട സ്ഥലം വെട്ടിച്ചു ബാക്കി എല്ലാ സ്ഥലത്തും ഇട്ടിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് പറ്റിയില്ല. അല്ല നിന്റെ കാര്യം എന്തുവാ? നീ ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ലേ അവൻ്റെ അപ്പൻ എല്ലാ പണിയും ചെയ്ത് അയച്ചേക്കുന്നത്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റിയില്ല, അത് വിട്ടേക്ക്. ഇവിടെ വരുത്താൻ കുറെ നേരം വെപ്രാളത്തില്ല. ഇവനിപ്പോ എങ്ങനെ കൺട്രോൾ ചെയ്യാ? അതാദ്യം പറയും. അതേ കളിയാ, ഇവന്റെ വീര്യവും ശൂരവും കണ്ടാ ഇവൻ മുകളിലോട്ട് എല്ലാം മുടിച്ച് പൊട്ടിച്ച് എല്ലാവർക്കും ഹായ് കാണിക്കും തോന്നുന്നു. അതിനിപ്പോ എന്തെങ്കിലും ചെയ്യണോടാ? എന്താ ചെയ്യാ? വേറെ എന്തെങ്കിലും വഴി നോക്കാം. മനസ്സിലായി. നമ്മുടെ നാണക്കേട് ഇങ്ങനെ തന്നെ പോട്ടെ അല്ലേ? നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമല്ലേ? ഒരു ബസ് ഈ സമയത്ത് ആരാ ഫുട്ബോൾ കളിക്കുന്നേ? ഇവൻ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഇവൻ എങ്ങനെ കളിക്കുന്നേ? കയ്യിലും തട്ടുന്നില്ല, കാലിലും തട്ടുന്നില്ല. ബോൾ തനിയെ ചാടുന്നുണ്ടല്ലോ. ആള് ഭയങ്കര മോഡിലാ. ഞാനാ ചാൻസ് മിസ് ചെയ്തേ. എങ്കിൽ ഇത്ര വീരൊന്നും പാടില്ലടാ. പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്തിട്ട് നീ ഇങ്ങനെ കല്ല് പോലെ ഇരിക്കല്ലേടാ പട്ടി. ഇതെന്താ അന്യായമാടാ? സിലിണ്ടർ പൊക്കി ഇട്ടിട്ട് പോലും ബോഡി ബിൽഡറിനെ പോലെ വർക്കൗട്ട് ചെയ്യുക. ഇവൻ ഇവിടെ വെയിറ്റ് എടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് മിസ് ചെയ്തത് നാളെ പിടിക്കാം. വാടി പോവാ. സമയം രാത്രി 11:30. എടാ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കടാ. എന്താ കസ്റ്റമർ കെയർ? അതെ. വയാഗ്ര കോൾ സെന്ററിൽ വിളിച്ചതിന് നന്ദി. ഹൗ മേ ഐ അസിസ്റ്റ് യു? ഹലോ ഹലോ സർ. വേണ്ട കട്ട് ചെയ്ത് എടാ ഒന്നും കൂടി വിളിക്കടാ. ഇവനാണെങ്കിൽ അടങ്ങുന്നു. ഹലോ പിന്നെ എന്ത് ചെയ്യടാ? ഞാനിപ്പോ എന്തെങ്കിലും പറയണ പട്ടി. എനിക്ക് നാണാവടാ. വെറുതെ ആവശ്യമില്ലാതെ അടിക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യ? എടാ അവസാനമായിട്ട് ഒന്നും കൂടെ ശ്രമിക്കടാ. ഹലോ സർ, നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചാലും ഇവിടെ ലേഡീസ് ആണ് കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ. നിങ്ങൾ എന്തിനാ കോൾ സെന്ററിലേക്ക് കോൾ ചെയ്തിരിക്കുന്നത്? അയ്യോ മാഡം, ഞങ്ങളുടെ കാൾ സെന്ററിലെ പ്രശ്നം മാഡം. അതുകൊണ്ടാണ് നിങ്ങളുടെ കാൾ സെന്ററിലേക്ക് വിളിച്ചത്. മാഡം നിങ്ങളുടെ ഡിലേ സ്പ്രേ അടിച്ച് 4 മണിക്കൂറായി. എന്തൊക്കെയോ ട്രൈ ചെയ്ത് നോക്കി മാഡം, ഒന്നും സെറ്റ് ആവുന്നില്ല. എന്തൊക്കെയാന്ന് വെച്ചാൽ എന്തൊക്കെയാ ട്രൈ ചെയ്തത്? ബോളും കൊണ്ട് അടിച്ചു നോക്കി, സിലിണ്ടർ തൂക്കിയിട്ട് നോക്കി അതില്, എന്നിട്ടൊന്നും ഇറങ്ങുന്നില്ല. ഇതിനൊന്നും ഇത് അടങ്ങില്ല. നിങ്ങൾക്ക് ഇപ്പൊ 2 ഓപ്ഷനേ ഉള്ളൂ. ഫസ്റ്റ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? നല്ലത്. നിങ്ങളുടെ ഭാര്യയുടെ കാലോ കയ്യോ. ഹലോ, ഇതിനൊക്കെ 1008 ഓപ്ഷനുകളുണ്ട്. ബുക്ക്, CD, ഫോട്ടോ. ഇനി അങ്ങനെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആരെയെങ്കിലും മനസ്സ് വിചാരിച്ച് അടിച്ചു തള്ളു. ബുക്കും പേപ്പറൊക്കെ ഇപ്പൊ എവിടെ പോവാണ്? മാഡം നിങ്ങളുടെ ഫോട്ടോ ഒന്ന് അയച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളത് ഉപയോഗിച്ചോളാം. നീ എന്തിനാ അവളോട് ഫോട്ടോ ചോദിക്കാൻ പോയത്? അവളിപ്പോ കട്ട് ചെയ്തു. എന്താ ചെയ്യാ? നമുക്ക് നെറ്റ് പോയി സെർച്ച് ചെയ്തെടുത്താലോ? അത് കണ്ട് അറസ്റ്റ് ചെയ്തടാ. അയ്യോ നമ്മൾ ബാങ്കോക്കിലല്ലേ, കാണാം. അയ്യോ എന്താടാ നമ്മുടെ ടവറിലാണ് സിഗ്നൽ ഉള്ളേ, ഇതിന് സിഗ്നൽ ഇല്ലടാ ഇവിടെ. നോക്കട്ടെ. കിട്ടുന്നുണ്ടോ? കിട്ടിയോ? മിണ്ടാതിരിക്കോ? കിട്ടിയോ? നല്ല പോലെ നോക്കി നോക്ക്, നന്നായിട്ട് നോക്ക്. കിട്ടിയോ? കിട്ടിയോ? അളിയാ കിട്ടിയോടാ? എടാ ഇതും വീടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പോകുന്നത് കണ്ട ഒരു ഗുഹ പോലെയുണ്ട്. സിഗ്നൽ കിട്ടിയോ? ഞാൻ കിട്ടിയാ പറയില്ലേ, വിളിച്ച് പറയില്ലേ. നമ്മുടെ ടവറിനാണെങ്കിൽ സിഗ്നൽ. അയ്യോ എടാ എന്തുവാടാ ഇത്? എന്റെ പൊന്നോ ഇരുട്ട്. എടാ നോക്ക്, നീ ഒന്ന് നോക്കിക്കേ. എടാ റൂം നോക്കണം, ടവർ നോക്കണം, യാതൊരു പിടിയില്ല. എടാ രണ്ടാമത്തെ പൈന് കിട്ടിയടാ. കിട്ടി, ഇങ്ങോട്ട് നോക്ക്. എവിടാ? ഇങ്ങോട്ട് നോക്ക്. സിഗ്നൽ, നല്ല സിഗ്നൽ. അളിയാ ഫുൾ സിഗ്നലാടാ. യൂസ് ഇറ്റ് വെൽ. ഇവളുടെ പേരെന്താടാ? ഞാൻ വന്നു, ഞാൻ തിരിച്ചു വന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് അടങ്ങാത്ത കാമത്തോടെയാണ് ഞാൻ ദഹിച്ചത്. അതേ കാമത്തോടെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാൻ കാമപ്രേതം. 2-ാം ദിവസം രാവിലെ 8:30 മണി.
പ്രേതത്തെ ഉണർത്തിയത് അറിയാതിരിക്കുന്ന ഹൗസ് മേറ്റ്സ്. അതാ കണ്ടോളിയാ, രാത്രി നമ്മളെ കരയിപ്പിച്ചിട്ട് ഇവളമാരിപ്പോ എന്ത് കഴിച്ചോണ്ടിരിക്കുന്നെന്ന്. അളിയ, നമുക്കത് മാറ്റി ക്രിയേറ്റ് ചെയ്യാം. വാ ബേബി. ഗുഡ് മോർണിംഗ് ബേബി. ഗുഡ് മോർണിംഗ്. പഴം നല്ല ഇഷ്ടം തോന്നല്ലോ. യാ. അളിയ, എന്റെ ആളിന്റെ ചിരി കുറച്ച് കൂടുന്നുണ്ടല്ലോ. എന്റെ ആള് പഴം കഴിക്കുന്ന സ്റ്റൈൽ നോക്കടാ. നിന്റെ ആള് വാഴപ്പഴം കഴിക്കുന്നതിന് അങ്ങനെയാണെങ്കിലേ എന്റെ ആള് കഴിക്കുന്നത് കണ്ടു നോക്കാം. അടിപൊളി. അളിയാ, ഇവളുമാര് രണ്ടുപേരും അടിപൊളി മൂഡിലാണെന്ന് തോന്നുന്നു. മിസ് ചെയ്യാണ്ട് ഇത് യൂസ് ചെയ്തേക്കണം. അളിയ, എന്റെ ആള് സിബില് കൈവയ്ക്കുന്നു. അളിയാ, അതിന്റെ ആള് ലേറ്റാ. ഇവിടെ പരിപാടി തുടങ്ങിയിട്ട് കാലം കുറേ. ഒരുപാട് ചെയ്യേണ്ടിരുന്നെന്ന് തോന്നുന്നു. നല്ല പല്ല് തട്ടാതെ നോക്കണേ. കഴിക്കലേ കഴിക്കലേ. ഇവളുമാരി ഇവിടെ. അപ്പൊ താഴെ ആരാ? എന്താണ് ഈ അവളുമാരി തുപ്പിന് പോണത്? അറിഞ്ഞൂടടാ. രാവിലെ 10 മണി. ഇവളമാരൊക്കെ വെറുതെടാ ഭാര്യ എന്ന് പറയുന്നിരിക്കുന്നേ. ഒന്ന് ഭക്ഷണം പോലും ഉണ്ടാക്കി തരുന്നില്ലല്ലോടാ. ഇവളമാരൊക്കെ കല്യാണം കഴിച്ചിട്ട് മൊബൈലിൽ സിഗ്നൽ എന്നെ കിട്ടുന്നില്ല. ഫോൺ സിഗ്നൽ ഇപ്പൊ ആവശ്യമാണോടാ? ഇവിടെ ആവശ്യമുള്ള സിഗ്നൽ വരെ കിട്ടിയിട്ടില്ല ഇതുവരെ. എന്തുവാടാ കഴിക്കുക ഇന്നാ? താങ്ക് യു. ഞാൻ പറഞ്ഞിട്ടെന്ത്? അല്ല, നീ കഴിച്ചോ. കുന്തത്തിന് എന്ത് പറ്റിയതാന്ന് ഒന്ന് വന്നു തൊലക്ക്. അത് താടാ. ഒരു സാധനം കുറെ ദിവസം യൂസ് ചെയ്തില്ലെങ്കിലേ ഇതുപോലെ ഫ്രീസ് ആയിരിക്കും. കറക്റ്റായ സംസാരം തന്നെ. കറക്റ്റാ. 4 തവണ കുലുക്കി ഇങ്ങനെ അമർത്തിയ 4 വർഷം കുലിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട് കുലുക്ക്. ഏടാ, ഇത് ഇങ്ങനെ ഒന്നും അല്ലടാ. എന്താണ് നീ മുഴുവനും പുറത്ത് തെറിപ്പിച്ചല്ലോ? അറിയാണ്ട് അമ്മയ്ക്ക് അതാ തീർന്നു പോയടാ. എന്ത് ചെയ്യും? പക്ഷെ ഇവരുടെ ഗേ ആയിരിക്കുമോ? അങ്ങനെ ഉണ്ടാവില്ലടി. ചിലപ്പോ കളിക്കുന്നതായിരിക്കല്ലേ. വാ. ചോടാൻ കിട്ടിയില്ലെന്ന് വിചാരിച്ചപ്പോ ഞക്ക തന്നെ രോഗമായി പോയി. ഇല്ലടി, ഞാൻ കോളേജ് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചതാണ്. പക്ഷേ ഞാൻ ചോദിച്ചിട്ടുണ്ട് കോളേജിൽ പറഞ്ഞത്. അവർക്കൊന്നും അറിയാതെ പറഞ്ഞതടി. സമയം വൈകുന്നേരം 6:30 മണി. തന്റെ ഭർത്താക്കന്മാരെന്ന് സംശയിക്കുന്ന ഭാര്യമാർ. ചോദിക്കേ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ സ്പ്രേ അടിച്ചേ? സ്പ്രേയോ? ആളിയെ നീ തന്നെ പറഞ്ഞേക്ക്. അത് പിന്നെ ഫസ്റ്റ് ടൈം അല്ലേ, പെട്ടെന്ന് വന്നാലോ നാണക്കേടാവൂലേ. സ്പ്രേ അടിച്ചാ കുറെ നേരം ചെയ്യാൻ പറ്റുമെന്ന് നെറ്റില് ഇട്ടിരുന്നു, അതുകൊണ്ടാ അടിച്ചത്. എന്നാ ശരി, നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കാം. കള്ളോ? കള്ളുടിച്ചാ തെറ്റല്ലേ? കള്ളായാലും കൈയായാലും ഓവറായിട്ട് അടിച്ചാലാ തെറ്റ്. അളവില് കുടിച്ചാ അമൃത. അടിപൊളി മോളെ ചക്കര. കണ്ടില്ലേ എന്റെ ആളിന്റെ പവറൊക്കെ? പക്ഷേ ഞങ്ങൾക്ക് മദ്യപിച്ച് ശീലല്ലോ. നമ്മൾ കുടിക്കാത്ത കള്ളുണ്ടോ പട്ടി? എന്തിനാ നോണ പറയുന്നത്? ഇതിന് പേര് റൊമാൻസ് ആണ്. ഫോളോ ചെയ്യും. ഓക്കെ ഓക്കെ. കണ്ടിട്ട് ഞാനും കുടിക്കത്തില്ല. ഞങ്ങൾക്ക് മദ്യപിച്ച് ശീലല്ല, അതുകൊണ്ട് എങ്ങനെയാ കുടിക്കാന്ന് അറിയില്ല. ഞങ്ങള് പഠിപ്പിച്ചു തരാം. മദ്യം ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ച് നമ്മുടെ വിരൽ കൊണ്ട് ഇതിങ്ങനെ എടുത്ത് ഒരു സിപ്പ് ഇങ്ങനെ കുടിക്കണം. ഒരു കടി കള്ളൊരു സിപ്പ് കുടിച്ചിട്ട് അച്ചാറിങ്ങനെ വിരൽ തുമ്പിൽ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ നാക്കിലിങ്ങനെ വെച്ചാലേ ഇങ്ങനെ ഇരിക്കും.
വിർജിനിറ്റി പോയേ പോകുന്നേ, പോയാലും അടയാളം അഴിയില്ലേ. നീർക്കുടം ഞാൻ നന്നായി കാണുന്നേ, ഇരുസുഖമാകെ പടർന്നിടുന്നേ. ഓഫീസിൽ പോകാതെ ഡെയിലി ഡെയിലിയോ ജോബ് തരും ഞാൻ. പെർഫോമൻസ് സൂപ്പർ എന്നാൽ പ്രൊമോഷനും കൂടി തന്നിടും ഞാൻ. ഇത് കേൾക്കാനേ എന്തു രസമാണടി നിന്നെ, എന്തൊരു സുഖമോ. കൗബോയ് സ്റ്റൈൽ എനിക്കിഷ്ടം, എന്റെ പപ്പിയുമേറെ എനിക്കിഷ്ടം. മൈ ലക്കി നമ്പർ നിൻ 69 ആണേ. എനിക്കിഷ്ടം നിന്റെ മുത്തം ഓരോന്നായി എണ്ണിടാൻ. ഓ ബേബി പുതപ്പിനുള്ളിൽ കേറി വന്നു കുഞ്ചടാ. ഇത് കേൾക്കാനേ എന്ത് രസമാണടി നിന്നെ, എന്തൊരു സുഖമോ. ഇതെന്തിനാണ് നശിപ്പിക്കുന്നത്? ഇത് നമ്മളല്ലേ റെഡിയാക്കണ്ടേ? പിന്നെന്താ അവളുമാരുടെ വിചാരം നമ്മൾ പ്രയത്നെ പേടിച്ച് വന്നതല്ല എന്നായിരിക്കും. ദേഷ്യം പിടിച്ചിട്ട് വയ്യ. അളിയ ആദ്യം ഇതൊക്കെ വിട്. ആ പ്രേതത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആദ്യം അതിന് ഐഡിയ പറ. സ്കൂള് കോളേജ് എല്ലാ സ്ഥലത്തും നമ്മളെ ഗേ 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 എന്നാണ് പറയുന്നത്. ഇതെല്ലാം കടന്ന് കല്യാണം കഴിഞ്ഞ് വീട്ടിന്റെ അകത്തേക്ക് വന്ന ഈ പ്രേതം പോലെ നമ്മളെ ഗേ എന്നാണ് പ്രൊജക്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ദേഷ്യം പിടിക്കാതിരിക്കുക? അളിയ ഇത്ര ദേഷ്യപ്പെടലടാ. നമ്മള് ദേഷ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ കാര്യം വിചാരിക്കുന്ന നടക്കില്ല. അളിയ ഒന്ന് റിലാക്സ് ആവടാ. നോക്കിയേ, ഒരു സൂപ്പർ ഐഡിയ ഉണ്ട് എൻ്റെ അടുത്ത്. അളിയ ദേഷ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് പ്രശ്നമാടാ. അത് ഏതെങ്കിലും ഒരു വഴിയിൽ ഇറക്കി വെക്കണോടാ. എവിടെ പോയി ഇറക്കി വെക്കാനാ? സ്കൂളിലെടുത്തും ഫോട്ടോ എടുത്തല്ലേ, അവന്റെ അടുത്ത് പോയി ഇറക്കി വെക്കട്ടെ. തൊട്ടടുത്ത വീട്ടിലെ ഒരു പെണ്ണും നമ്മളായിട്ട് ഉണ്ടാക്കിയില്ലേ, അവളുടെ അടുത്ത് പോയി ഇറക്കി വെക്കട്ടെ. അല്ലെങ്കിൽ ഈ പ്രയത്നടുത്ത് പോയി എല്ലാം ഇറക്കി വെക്കട്ടെ. പൊട്ടനെ പോലെ സംസാരിക്കില്ലേ? എടാ നിന്റെ ദേഷ്യം പോവാൻ ഞാൻ നിനക്ക് 3 ഓപ്ഷൻ തരാം. എന്തെങ്കിലും ചൂസ് ചെയ്യേ. എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ എടുത്തോളേ. നിന്റെ ദേഷ്യം മാറാനേ ഈ തലവേണയില് ഈ കത്തി ഇങ്ങനെ എടുത്തിട്ട് കുത്തിയിട്ട് ആ ദേഷ്യം കണ്ട് കളഞ്ഞ. അങ്ങനെ ഇല്ലെങ്കിൽ അത് ഓപ്ഷൻ 2 സോഫ്റ്റ് ബോൾ. ഈ സോഫ്റ്റ് ബോൾ നീ ഉപയോഗിക്കാം. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ബോൾ എടുത്ത് ഇങ്ങനെ അമക്കി എടുത്ത് അത് നമ്മുടെ ദേഷ്യം മാറിപ്പോടാ. അങ്ങനെയും മാറിയില്ലെങ്കിൽ ഓപ്ഷൻ 3 സിമ്പിൾ. ഈ വെള്ളം എടുത്തിട്ട് ഫുള്ളായിട്ട് കുടിക്കണോടാ. എന്നിട്ട് ദേഷ്യം ഇറങ്ങിയില്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് തലവഴി ഒഴിച്ച് നല്ലപോലെ കൂളാക്കി എടുത്തേക്കണോടാ. ആ സൂപ്പർ അളിയാ, സൂപ്പർ അളിയാ. കമോൺ അടി അങ്ങനെ. കമോൺ യു ക്യാൻ മാൻ, യു ക്യാൻ. ആ പോരെ. കുത്തി. ആ
എനിക്ക് മാത്രമേ ദേഷ്യമുള്ളൂ. നിനക്ക് ദേഷ്യമല്ലേ? വാ, വാ, വന്ന് ഒരുമിച്ച് കുത്താം. വാ. കുത്ത്. കുത്ത്. അങ്ങനെ തന്നെ. കുത്ത്. അങ്ങനെ തന്നെ. ആഞ്ഞ് കുത്ത്. അത് ചത്ത്. നിന്റെ ദേഷ്യം പോയോ? ഇല്ല. അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. വിചാരിച്ച പോലെ നിങ്ങൾ രണ്ടുപേരും ഗേ ആണ്. പൂജ, ഞങ്ങളെ വിശ്വസിക്ക്. ഈ വീടിനകത്ത് ഒരു പ്രേതമുണ്ട്. എടാ പറയടാ. അതെ, ഇവിടെ ഒരു പ്രേതം. നമ്മളെ ബെഡ്റൂമിൽ വന്ന് നമ്മളെ മൂടാക്കിയിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നല്ലേ? Definitely you are a gay. Yes, you are. No, പ്രിയ. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ കല്യാണാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പറ്റിച്ചില്ലേ? പൂജ, അങ്ങനെയല്ല. ഞങ്ങൾ നാളെ രാവിലെ തന്നെ തിരിച്ചു പോകും. പൂജ, പൂജ, ഞാൻ പറയുന്നത് കേൾക്ക്. അത് നല്ലത്. അവനവന്റെ ഒരു ഐഡിയും. എടാ എടാ എങ്ങോട്ടാണ് ഈ പോണ? എടാ പൂജ, പൂജ, പൂജ. പൂജ, പൂജ, പൂജ. എന്ത് ചെയ്യാനാണോ എന്നാന്നറിയില്ല. എല്ലാം റെഡിയാക്കി എന്നിട്ട് അയ്യോ, എൻ്റെ വൈഫി ബേബി, ഞാൻ വേണോ? വാ വാ വാ, നീ വാടി വാ.
രാത്രിയിൽ തന്നെ ഒരു സുഖവും അനുഭവിക്കാതെ അഗ്നിയിൽ എരിഞ്ഞടങ്ങി. കത്തിയെരിഞ്ഞത് വീട് മാത്രമല്ല, എന്റെ ആശയം കൂടിയാണ്. ഒരു പെണ്ണ് കന്യകയായിട്ട് മരിക്കുന്നത് എത്ര വലിയ ദ്രോഹമാണെന്നറിയോ? അന്ന് മുതൽ ഇന്ന് വരെ അടങ്ങാത്ത ആഗ്രഹത്തോടെ ഞാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വരുന്ന ഒരുത്തൻ പോലും വെർജിൻ അല്ല. കാത്തിരുന്ന് കിട്ടിയത് നിങ്ങളെയാണ്. നിങ്ങൾ ഒരുത്തന് മാത്രമേ എന്റെ ആഗ്രഹം നിറവേറ്റാൻ സാധിക്കൂ. അതുവരെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ വിട്ട് പുറത്തു പോകാൻ സാധിക്കില്ല. ഏയ് പൊട്ടിക്കഴുതിനെ പോലെ സംസാരിക്കും, വായടക്കടി. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ച് രണ്ട് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഒരാളെ ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു മിനിറ്റ് റെഡി. നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തോ, അല്ലെങ്കിൽ നിനക്ക് ഒരു കുന്ത കിട്ടില്ല. പോ, സൂപ്പർ അല്ലേ നീ? പുലിയല്ലേ? ഓഹോ, അങ്ങനെയോ? ആ, മറ്റൊന്നുകൂടി അറിഞ്ഞോളൂ. എന്റെ കൂടെ ശരീരം പങ്കിടുന്നവൻ മരിച്ചു പോകുന്നതാണ്. പറയടാ, അറിയുന്നുണ്ടോ? ഓടാനും പറ്റില്ല, ഒളിയാനും പറ്റില്ല. ഐ വിൽ ബി വാച്ചിങ്. 3-ാം ദിവസം രാവിലെ 7 മണി. പ്രേതത്തിന്റെ അടുത്ത് സംസാരിച്ച് പ്രശ്നത്തിലായ ആണുങ്ങൾ, രക്ഷപ്പെട്ട് ഓടിയ പെണ്ണുങ്ങൾ. അല്ലളിയാ, നമ്മൾ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇന്റലക്ച്വൽ ഐഡിയ നിനക്ക് മനസ്സിലാവും നോക്ക്. ഈ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് സെക്ഷൽ ടോർച്ചർ കൊടുത്താൽ അവര് മീറ്റൂല് പോയി കംപ്ലൈന്റ് ഇല്ലേ? അതുപോലെ ഈ പ്രേതം നമുക്ക് സെക്ഷൽ ടോർച്ചർ തരുന്നില്ലേ? അത് പോയി മീറ്റു കംപ്ലൈന്റ് ചെയ്ത് എങ്ങനെയുണ്ട്? ചേടാ, ആണുങ്ങൾക്ക് മീറ്റു ഒന്നുമില്ലടാ, പെണ്ണുങ്ങൾക്ക് മാത്രമാണ് മീറ്റു. അതിനാ ആമ്പിള്ളേർക്ക് വേസ്റ്റാ? ചെയ്താലും അവനൊന്നും പറയാനും പോകുന്നില്ല, പറഞ്ഞാലും ആരും വിശ്വസിക്കുമില്ല. നീ പറയുന്നതും കറക്റ്റ് തന്നെ അളിയാ. കെട്ടിയോളും ഇപ്പൊ കൂടെ ഇല്ല. ഈ വൃത്തിയായിട്ട പ്രേതമാണെങ്കിൽ ആഫ്റ്റർ സെക്സ് ചത്തു പോകുന്നാ പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ? അളിയാ, എവിടെയെങ്കിലും പോയി ഞാൻ ഈ ഭാഗത്ത് നോക്കാം, നീ ആ ഭാഗത്ത് നോക്ക. എവിടെ അളിയ? എവിടെ കാണുന്നില്ല. ഇവിടെ ഷട്ടിക തിരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്തു തരാം. വേണോ? എടാ പൊട്ട, ഞാനും നിന്നെ പോലെ തപ്പി വന്നതല്ലേ, എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ എവിടെ പോയി കിടക്കുവാന്ന് ഇനി വൃത്തികെട്ട പ്രേതം. പ്രേതം, വേർ ആർ യു? കമോൺ ഈ ഫോട്ടോ കണ്ടു തൊട്ടാ എല്ലാം തുടങ്ങിയത്. ഓ, ഇത് കണ്ട അന്ന് വീണ് പോയത് അളിയാ ഞാൻ. വൃത്തികെട്ടത്. എടാ അളിയാ, ആ സ്പ്രേ കൊണ്ട് തന്നെ. ഇവിടെ അടിച്ചാൽ എങ്ങനെയാ പ്രേതം വരിക? ഇത് മൂടെടുത്ത പ്രേതമല്ലേടാ, ഇത് എവിടെ അടിച്ചാൽ എങ്ങനെയെങ്കിലും കയറി വരും. അത് ശരിയാ. നീ തന്നെ പറ. പ്രേതമേ, ഒരു ചെറിയ റിക്വസ്റ്റ്. ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് ഒന്നും ചെയ്യാതെ നേരെ വീട്ടിന്റെ അകത്തേക്ക് വന്നു. നിർത്ത്, ഓവറായിട്ടിങ് കാണിക്കാണ്ട്. ആദ്യം എന്താ പറയുന്നത് കേക്ക്, അതിനുശേഷം 3 മോക്ക് വെച്ചോണ്ട് പോ. പ്രേതമേ, നീ ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ഫോട്ടോ കണ്ടില്ലേ, എന്തു ഭംഗിയാ. ഇങ്ങനെ പകുതി കരിഞ്ഞു പോയ മുഖത്തോട് നിന്നാ ഞങ്ങൾക്ക് എങ്ങനെയാ എഴുന്നേക്കുക? ശരിയല്ലേ, കരിഞ്ഞ ദോശ പോലെ മോന്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു സുന്ദരിയെ പോലെ മാറിയാല് നമ്മൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാകും. പിന്നെ നിനക്ക് ഞങ്ങള് ചെയ്തൂടെ? ശരിയല്ലേ? അതെ, ഇതൊക്കെ ചെയ്യണമെങ്കിലേ ആദ്യം അതിനു മുമ്പ് ഡേറ്റിംഗ് ഒക്കെ ചെയ്യണം. മനസ്സിലാവുന്ന പറയണം. അതെന്താന്ന് വെച്ചാ കരിഞ്ഞ ദോശ മോന്തേ, നീ എങ്ങനെയും ഞങ്ങളുടെ വേർജിനിറ്റി എടുക്കാണ്ട് വിടത്തില്ല. അപ്പൊ ആഫ്റ്റർ സെക്സ് എങ്ങനെയും ഞങ്ങൾ ചത്തും പോവും. അപ്പൊ അതിനു മുമ്പ് 4 ഇടം നല്ല സ്ഥലത്ത് പോയിട്ട് നാക്കിന് രുചിയുള്ള ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ചത്ത് നിന്റെ മടി തന്നെ കിടന്ന് നിന്റെ കൂടെ വരാനേ. ഒന്ന് കൺസിഡർ ചെയ്തൂടെ പ്ലീസ്? അളിയാ, ഓക്കെ പറഞ്ഞടാ. ഓക്കെ, താങ്ക് യു. ബൂം ബൂം രതി റാണി നാന, ബൂം ബൂം രാജരാജൻ നീയ, ബൂം ബൂം എന്നെ മിച്ചം വെക്കാതെ, ബൂം ബൂം എന്നെ മൊത്തം രസിച്ചാലോ. നിൻ ബോൺലെസ് പീസൻ അന്തരംഗത്താണി പോലെ അടിടാ, ഒരു ഗെയിം ഒന്നാടാം, ചൂടുള്ളോരാ ജോയ്സ്റ്റിക്കിന് എടടാ. ചൊല്ലിയ വാക്ക് പാലിച്ചാലേ കാട്ടിടും ഞാൻ എല്ലാം, ഇല്ലെന്നാലേ വന്നിടും ഞാൻ നിന്നെ അങ്ങ് കൊല്ലാം. സെറ്റ് 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 സെറ്റ്.
ഈ ഡേറ്റിംഗ് ചാറ്റിംഗ് എല്ലാം വെറും കട്ടപ്പോകയാണടാ. എന്നോട് നീയും ചേർന്നൊന്നാലോ ജോളി ജോളി ആണടാ. അടിപൊളി സീനുകൾ കണ്ടടാ നീ, അതുപോലെ വേണമെന്ന് കേക്കടാ നീ. ഒറ്റയ്ക്ക് വന്നിട് കട്ടിപ്പിടിക്കാം, നല്ലോണം തന്ന് ചുറ്റിക്കളിക്കാം. ചൊല്ലിയ വാക്ക് പാലിച്ചാലേ കാട്ടിയിടും ഞാൻ എല്ലാം. ഇല്ലെന്നാലോ വന്നിടും ഞാൻ നിന്നെ ഞാൻ കൊല്ലാം. സെറ്റ് 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 സെറ്റ്. നമ്മുടെ ഫ്രണ്ട്സ് പോലെ ഉണ്ടല്ലോ. ഡാ, ഇവിടെ എന്താ എടാ, 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 ഒന്നും മനസ്സിലാക്കടാ ഞങ്ങള്. ഡാ, എടാ, എനിക്കൊന്നും അറിയടാ. എടാ, എടാ, എന്നെ വിടടാ. എടി, വാടി. എടാ, നിക്കടാ അവിടെ. നിക്കാനല്ലേ പറഞ്ഞ എങ്ങോട്ടാ ഓടണടാ? ഞാനാണെങ്കിൽ പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല, ഉറക്കത്തന്നെ വരുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് അറിയാതെ അകത്ത് കയറിയ ന്യൂ ഹൗസ് മേറ്റ്സ് കിരണും വിമലും. വീട് നോക്കടി, നല്ല രസമുണ്ടല്ലോ. അളിയാ, ഏതവളാടാ ഇത്? നല്ല ഹോട്ട് ലുക്ക്. അതേണ്ടി നീ എന്ത് കണ്ടട്ടാ ഇതൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? കാര്യം അറിയാണ്ട് മിണ്ടാണ്ടിരിയടേ. അളിയാ, നിങ്ങളെ ഭാര്യമാരെക്കാളും സൂപ്പറാടാ ഇത്. അവന്റെ കരിതാക്കെടുത്ത് പഠിച്ച ആ സാധനവും വന്ന് കറുത്ത ദോച്ച. എവിടെടാ? എന്നെ പറ്റിക്കാൻ നോക്കുന്നു. നിന്നെ എങ്ങനെ പറ്റിക്കാൻ കഴിയും? ചുമ്മാ ഒളിച്ചപ്പോ നിന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയത് ചെക്കിങ് ചെയ്തതാണ്. എന്നെ വെറും വിഡിയാക്കാൻ വന്ന് കരയോ നീ? അങ്ങനെയൊന്നുമില്ല. അവര് ചോദിച്ചാൽ എന്നെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നേ? എന്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നു. മൂന്നാം നാൾ രാത്രി 9 മണി. കെട്ടിയോളന്മാരെ എവിടെ പോയെന്ന് പോലും അറിയില്ല. എടാ, അവൾമാർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. ആർക്കറിയാവടാ, ഈ വൃത്തികെട്ട പീശാച പ്രേതം നമ്മളിട്ട് പന്താടുമല്ലേ. അതേടാ, ഇതിന്റെ ഇടയിൽ ഞങ്ങൾ വന്ന് കുടുങ്ങി. നിന്നോട് ഞാനാണോ വരാൻ പറഞ്ഞത്? എടാ, ഇതിനാണ് നിന്റെ പേഴ്സ് എന്റെ പകുതി വെച്ചേ. എടാ, എന്റെ പേഴ്സ് തന്നെ ഞാൻ ഇവിടെ വെക്കുന്നേ. വെറുപ്പിച്ചോണ്ടും. എടാ, നിന്റെ ആണോ? അതെന്റെ ഒന്നുമല്ല. അതെന്റെയാണ്. നിന്റെ പേഴ്സോ? അതെ. അപ്പൊ ഇതാരാ? നീ തന്നെ ഒന്ന് ഗസ് ചെയ്തേ നോക്കട്ടെ. നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ ഇത്? നോ. അതെ, ഞാനുണ്ടല്ലോ ബോയ് ഫ്രണ്ട് ആയിട്ട്. അറിയില്ല. പോ. അപ്പോ നിങ്ങളുടെ ഏട്ടനാണോ? അല്ല. അപ്പൊ നിന്റെ ഹൗസ് ഓണർ. നോ വേ. എടാ, ആ ഫോട്ടോ തന്നെ ഞാൻ കണ്ടുപിടിച്ചു. നിന്റെ മാമന്റെ മോനല്ലേ? നോ ചാൻസ്. പിന്നെ ആരെന്ന് പറയേ? അതാണോ? അത് ഞാൻ തന്നെയാ. ഒരുപാട് വർഷം മുമ്പ് ഞാൻ അങ്ങനെയായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മാറിയതാ. എടാ, നീ അവളുടെ ബോയ് ഫ്രണ്ട് അല്ല, അവളാണ് നിന്റെ ബോയ് ഫ്രണ്ട്. എടാ അളിയാ, നീ ഇങ്ങനെ ചെയ്യുന്നതിന് എടാ സോറിടാ, നീ കിരണ ചെയ്യുന്നതിനും പകരം ആ പ്രേതത്തിനെ എങ്ങനെ ചെയ്തിരുന്ന അതാ നിന്റെ സന്തോഷത്തിന് ചത്തേനെ. നിനക്കും ജീവിതത്തിൽ നല്ല കാര്യമൊക്കെ നടക്കില്ലായിരുന്നോടാ. എടാ, നീ ആ പ്രേതം ചെയ്തിട്ട് മരിച്ചു പോയാലുണ്ടല്ലോ, നിന്നെ കുറിച്ച് ചരിത്രത്തിൽ പറയൂടാ. സത്യമാണോടാ? അളിയാ, ഇവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നുണ്ട്. ഒന്ന് കളഞ്ഞേക്കാ. അളിയാ, നിനക്ക് നിന്റെ വേർജിനിറ്റി ലൂസ് ചെയ്ത് ഒരു അടിപൊളിയായിട്ട് നടക്കണ്ടടാ. നിന്നെ കൊണ്ട് പറ്റും. നിന്റെ റോക്കറ്റ് ഇവിടുന്ന് പറക്കണോടാ. താഴെ നോക്കി വിടുന്ന ചെക്കനെ ആകാശത്തേക്ക് നോക്കി വിടറാ. എഴുന്നേക്ക് അളിയാ, നിന്നെ കൊണ്ട് കഴിയും. ഞാനാ? എന്താ ഇപ്പൊ ഇരിക്കണോ അല്ല കിടക്കണോ? സമയം രാത്രി 10 മണി. മറ്റുള്ള ഹൗസ് മേറ്റ്സെ രക്ഷിക്കാൻ തന്റെ ജീവനെ പണയപ്പെടുത്തിയ വിമൽ. ഐസ് ക്യൂബോ? എന്റെ ചൂട് കണ്ടില്ല നീ?
നല്ലോണം ആവി പറക്കുന്ന കണ്ടില്ലേ? മുട്ടയോ? ആ, മുട്ടയ്ക്ക് ഈ അവസ്ഥയാണെങ്കിലേ ഡേ, നിന്റെ ഹിപ്പ് വരെ മാത്രമേ ചൂടുള്ളൂ. ആവശ്യമുള്ള സ്ഥലത്ത് ചൂടില്ലല്ലോ. പക്ഷെ മുഖത്ത് മാത്രം എന്താ ഭാവം? അതാണ് ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് കുറച്ച് നെർവസാ. നീ ചെയ്തോ? ഓ, എങ്ങനെയെങ്കിലും എണീക്കനിയാ, എണീക്ക്. കല്ല് പോലും എന്നെ കണ്ട മൂടാകും. ശരിയാ. പക്ഷെ മുഴുവനെ കണ്ടിട്ട് നീ വെറുതെ ഇരിക്കാണല്ലോ. നീ സത്യം പറ. മോനം പോയല്ലോ. ഇനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ട്രൈ ചെയ്തോക്ക്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എണീക്കടാ അനിയാ, എണീക്ക്. എണീക്കടാ അനിയാ, എണീക്ക്. എണീക്കടാ അനിയാ, എണീക്ക്. ഡേ, നീ കത്തിത്തീർന്ന കമ്പിത്തിരിയാ. ഞാനാ. സത്യം പറ. ഇപ്പൊ എന്തിനാ നീ ഇങ്ങനെ പെണ്ണിനെ പോലെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഇത് പെണ്ണിനെ പോലെ നിനക്ക് ആ കളിയാക്കൽ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. ഒഴിച്ചതിന് പകരം എന്റെ വായിൽ വെച്ചിട്ടായിരുന്നു അളിയാ. അതുകൊണ്ടാണ് ഇത്ര അളിയാ. ഏയ്, നീ എന്താടാ കറിയാത്തെ? നിന്നെയും കൂടിയാടാ ഗെയ് എന്ന് പറഞ്ഞത്. അണ്ടറിലെ ടേക്ക് ഓഫ് പോലും ആയില്ല. നിനക്ക് അണ്ടർടേക്കർ മ്യൂസിക്കാ. കത്തിത്തീർന്ന കമ്പത്തിരി വെച്ചിട്ട് എന്റെ അടുത്തേക്ക് വരുന്നു. പ്രേതത്തെ ആക്രമിക്കാൻ വന്ന വിമൽ തന്റെ സെൽഫ് എടുക്കാത്തത് കാരണം പ്രേതത്തിന്റെ അടുത്ത് അടിയും കൊണ്ട് ഓടുന്ന രംഗം. 4-ാം ദിവസം രാവിലെ 9 മണി. ഹൗസ് മേറ്റ്സെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? കടിച്ച് കീറി കളഞ്ഞടാ. നീ കേറിയിട്ടുണ്ടാണോ? അത് നിന്നെ കേറിയിരുന്നു. സോറി ഉണ്ട് അളിയാ. ഫീൽ ചെയ്യല്ലളിയാ. എന്ത് വിചാരിച്ചാടാ ഫീൽ ചെയ്യുന്നത്? വൃത്തികെട്ട മോനെ കുറിച്ചോ അത് എനിക്കകത്ത പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളാണ് ഫീൽ ചെയ്യേണ്ടത്. പട്ടി, നമ്മൾ ആരാടാ ഇനി രക്ഷിക്കാൻ പോകുന്നത്? മേലോർത്തുണ്ടല്ലോ ഹവമാണ് രക്ഷിക്കാൻ. മോളിലുള്ള ആള് വന്നടാ. ഇവനാണോ മോളിൽ നിന്ന് വന്നത്? ഒരു പ്രകാശത്തോടെ വാതിൽ നിൽക്കുന്ന കണ്ടില്ലേ? അവരാടാ ദൈവം. അത് അമ്മാവനാടാ. അമ്മാവനാ? പ്രേതം കടിച്ചപ്പോ കണ്ണും പോയി. മക്കളെ, പുതിയ ഹൗസ്മേറ്റ് ഡോക്ടർ മാമനെ കുറിച്ചുള്ള ഷോർട്ട് ഫിലിം. ഹലോ മൈ ലവ്ലി ഹാപ്പി എൻഡിങ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ വാണിഷ്. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ തമ്പി ദുരൈ. ഇദ്ദേഹം എന്തിലാ സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ പേരിൽ തന്നെ തമ്പി എന്നുണ്ട്. കണ്ടില്ലേ? അപ്പൊ നിങ്ങളുടെ അനിയനും ഇദ്ദേഹമാണ് വേണ്ടത്. കുറെ അനിയന്മാരുടെ ചേട്ടൻ ഹൗസ് മേറ്റ്സിനെയും പിന്നെ ഹൗസ് മേറ്റ്സിന്റെ അനിയന്മാരെയും രക്ഷിക്കുമോ? ശരിയാണല്ലോ. അല്ല, അയാൾക്ക് എങ്ങനെ ഈ ലൊക്കേഷൻ അറിയുന്നത്? ഞാൻ അളിയാ ലൊക്കേഷൻ അയച്ചിട്ട് ഇങ്ങോട്ട് വരുത്തിയേ. മരുമക്കളെ, മരുമക്കളെ, എന്റെ മരുമക്കളെ, വാ മരുമക്കളെ, എന്റെ മരുമക്കളെ, വാ മക്കളെ, വാടാ വാടാ വാടാ. എന്താ അമ്മാവാ, ഞാനല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിയേ? എന്നെ മറന്നുപോയോ? മരുമോനെ, നിനക്ക് വരുത്താൻ വേണ്ടിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ. ചെയ്യുന്ന ജോലി എങ്ങനെയുണ്ട്? എന്ത് കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോകുന്നത്? ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഡോമാവാ, ചുമ്മാ കലിയേറ്റല്ലേ മനുഷ്യനെ. ഒന്നാമത്തെ ടെൻഷൻ അടിച്ചിരിക്കും ഇവിടെ. അപ്പോഴാ കൊച്ചുപോകാനാണോ കൊച്ചുമക്കളാണോ? മരുമോനെ, നിന്റെ മുഖം എന്താ ഇങ്ങനെ പോട്ടക്കുളമൂലായി പോയത്? നിനക്ക് എന്താ പ്രശ്നം? അമ്മാവാ, നീ ഇത് തന്നെ പേടിച്ചോ? മരുമോനെ, നിങ്ങൾ ആ പ്രേതത്തെ കുറ്റി പറഞ്ഞതിന് ശേഷം എനിക്ക് ആ പ്രേതത്തെ കാണുന്ന വലിയ ആഗ്രഹമുണ്ട്. ആ പ്രേതം ജഗൻമോഹന് ജയമാലിനെ പോലെ ഉണ്ടാവുമോ? അല്ലെങ്കിൽ നാഗിനി മൗലി പോലെ ഉണ്ടാവോ? എടോ, നീ പറഞ്ഞത് പ്രണയപ്രേതമാണ്, ഇത് കാമപ്രേതമാണ്. അർദ്ധരാത്രിയിലെ പ്രേതം എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊരു കാമപ്രേതമാണല്ലോപ്പാ. അയ്യോ, പ്രേതത്തിന്റെ മേത്ത് സെക്ഷൽ തോട്ട്. ഇയാൾ ശരിക്കും ഡോക്ടറാണ്. ഡോ അമ്മാവാ, ആ പിശാചിന്റെ അടുത്ത് ഞങ്ങളെ രക്ഷിക്കുന്നു വിചാരിച്ചപ്പോ ആ പ്രേതത്തിന്റെ അടുത്ത് പ്ലഷർ എടുക്കാൻ മരുമോനെ, അമ്മാവൻ കുറച്ച് എക്സിറ്റ് ആയി. എനിക്ക് നാടി ജന്മം കൊള്ളതല്ലേ. ഇപ്പൊ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് രണ്ടുപേർക്കും എഴുന്നേറ്റ ആ പ്രശ്നം, ഇവൻ എഴുന്നേക്കണില്ല എന്നൊരു പ്രശ്നം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ അമ്മാവന്റെ ഒരു ഐഡിയ ഉണ്ട്. ഓരോന്നോരോന്നായിട്ട് അയച്ചിടാം. ഓൾ മരുമക്കളെ, അമ്മാവാ,
മൂടുണ്ടാകാനായിട്ടേ 300 തരം വഴിയുണ്ട്. അതൊക്കെ അറിയാം. പക്ഷെ അത് ഇറക്കാൻ വേണ്ടിട്ട് 3 വഴിയുള്ളൂ. ഇപ്പൊ എല്ലാവരും നിങ്ങളുടെ വലത്തെ കൈ ഒന്ന് പൊക്കിയേ. പൊക്കില്ലേ? പൊക്കിയ കൈ പണി തീരുന്നവരെ ഇറക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യില് 5 വിരലില്ലേ? പക്ഷേ 2 വിരലിനെ പണിയുള്ളൂ. അത് വെച്ചോണ്ടേ വലിച്ചിങ്ങനെ വിടണം. ദേ ഇങ്ങനെ. എന്താടാ ചെയ്തോണ്ടിരിക്കല്ലേ? ഡിസ്റ്റർബ് ചെയ്യല്ലേ? ഇതൊക്കെ ഫസ്റ്റ് പാർട്ടി തന്നെ അവർ കാണിച്ചു. ഇപ്പൊ താനെ ഇത് പുതിയതടിച്ചേ. ഇപ്പോ ഐഡിയ നമ്പർ 2. 2 ഇഞ്ചേ ഹോളുള്ളൂ. അതിലെടുത്ത് വച്ചാ എന്തൊരു സുഖമാണെന്നറിയോ? അകത്തിരിക്കുമ്പോഴ് അത് അങ്ങനെ തന്നെ അകത്ത് എന്ത് സുഖമാണെന്നറിയോ? ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും ഇത് മതി എന്നുള്ളത്. അപ്പൊ നിർത്തിക്കണം. തനിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എടാ, എന്റെ ചെറു വയസ്സ് മുതൽ ഞാൻ ഇത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് ഇങ്ങനെ ചോറ് കൈകൊണ്ട് എടുക്കുന്നതും അത് വായിലേക്ക് ഇടുന്നതും പിന്നെ അകത്തേക്ക് തള്ളുന്നതും വീണ്ടും കൈകൊണ്ട് ചോറ് എടുക്കുന്നതും. എന്താ റിയാക്ഷൻ മാറുന്നത്? എടാ, ഞാൻ തൊണ്ടയെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കണത്. നിങ്ങൾ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഈടോ, ഞാൻ ഇനി എങ്ങനെ കഴിക്കുക? ഇനി കഴിക്കുമ്പോഴൊക്കെ നീ പറഞ്ഞതേ ഓർമ്മ വരൂ. എടാ, ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നാലേ നന്നായിട്ട് കൂർക്കം വലിച്ചുകൊണ്ട് ഉറക്കം വരും. പിന്നെ ടൊണ്ടണേ. നോ ഐഡിയ ഓക്കെ അല്ലേ? ഓൾ മരുമക്കളെ, ദിസ് ഈസ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്. ഈ കോയിൻ ഉണ്ടല്ലോ, അമ്പലത്തിലെ കാണിക വഞ്ചിയെ കണ്ടു കാണും, മൃതദേഹത്തിന്റെ നെറ്റിയിൽ കണ്ടു കാണും, അല്ല ടിപ്സ് കൊടുക്കുമ്പോഴും കണ്ടു കാണും. ബട്ട് ഞാൻ ഈ കോയിൻ യൂസ് ചെയ്യുന്ന സ്റ്റൈല് നിങ്ങൾ 3 പേരും മാത്രമല്ല ഈ ലോകത്തിലാരും കണ്ടു കാണില്ല. ഇവൻ സത്യം പറഞ്ഞിട്ടുള്ളത്? എടാ, സൈലൻസ്. Can I start? ഓക്കെടാ. Yes. 1 by 1. Don't move. Be there. ഈ കോയിൻ വെച്ചുകൊണ്ടാണ് നിങ്ങൾ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് ഈ അമ്മാവൻ നോട്ട് ചെയ്യാൻ പോകുന്നത്. അമ്മാവാ, ഈ കോയിൻ ഇപ്പൊ പൊങ്ങണം അത്രല്ലേ ഉള്ളൂ. സോ ഈസി അമ്മാവാ. എടാ വിഡ്ഢി മരുമോനെ, കോയിൻ പൊക്കുന്നതല്ലടാ ടാസ്ക്, പൊക്കാതിരിക്കുന്നതാണ് ടാസ്ക്. എന്തൊക്കെയാ പറയുന്നേ? ഓൾ മരുമക്കളെ, ഇപ്പൊ ഞാനിതിൽ എന്ത് കാണിച്ചാലും നിങ്ങളുടെ കോയിൻ 1 ഇഞ്ച് അനങ്ങാൻ പാടില്ല. ദാറ്റ് ഈസ് ടാസ്ക്. ഓക്കെ? ഓക്കെ. എന്താടാ പെണ്ണെന്ന് എഴുതുന്നതിന് മുമ്പ് ഇങ്ങനെ കോയിൻ പറക്കുന്നത്? അമ്മാവാ, റൂഫ് ഷോട്ട് എന്റേതാ. അമ്മാവാ, ബോർഡിൽ അടിച്ച കോയിൻ എന്റേതാട്ടോ. നീ എവിടെ നിന്നാണ് അടിച്ചത്? അമ്മാവാ, എന്റെ നിക്കത്തില്ലല്ലോ. പക്ഷെ കോയിൻ കണ്ടില്ലേ? ആണി അടിച്ചത് ഒരു അടിപൊളിയായിട്ട് നിക്കുന്നേ. അതെ, നീ നിനക്ക് തന്നെ ഓസ്കാർ അവാർഡ് വാങ്ങിച്ചേക്കല്ലേ? അമ്മാവാ. അല്ല, നീയോ അടിച്ചിട്ടില്ല. ഇവൻ റൂഫിലേക്ക് അടിച്ചു. അതെ, ഇവൻ ബോർഡിലേക്ക് അടിച്ചു. വേറൊരു കോയിൻ ബോർഡിലേക്ക് അടിച്ചത് ആരുടെയാ? മൂന്നാമത്തെ ആരുതായിരിക്കും? അമ്മാവാ, നീ വല്ലതും തട്ടിട്ടോ? അമ്മാവാ, ആ 3ാമത്തെ കോയിൻ എന്റേതാ. സമയം രാവിലെ 11 മണി. വീട്ടിന്റെ അകത്ത് കയറാൻ കാത്തിരിക്കുന്ന പുതിയ ഹൗസ്മേറ്റ്സ് മാറ്റർ മോന, കൂടെ കോട്ടക്രാവ്. ഇതെന്താ കുടിയൻ കൈയൊക്കെ കാണിച്ച് ഇങ്ങോട്ട് വരുന്നത്? എന്റെ കൂടെ വന്നവനോട്ട് കാണുന്നില്ലല്ലോ. കേട്ട് ചെറുതായിട്ട് വിട്ടുപോയി. നിങ്ങളൊന്ന് സഹായിക്കുവാണെങ്കിൽ നല്ല പോലെ കയറും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തു തരാം. ചുമ്മാ സൂപ്പർ ആയിരിക്കും. ബംഗ്ലാവ് വലുതാണല്ലോ, കിട്ടുമെന്നാ തോന്നുന്നേ. മോളെ നിക്കേ. മരുമക്കളെ, ഇപ്പൊ ഈ അമ്മാവൻ ഡോറ് തുറന്നിട്ട് നിങ്ങൾക്കൊരു സർപ്രൈസ് കാണിച്ചു തരാം. എന്ത് സർപ്രൈസ് ആയിരിക്കും? വല്ല ഗുണമുണ്ടോ? കണ്ടില്ലേ? പോയി തുറക്ക്. ചേട്ട മുട്ടും മുട്ടിട്ട് ഈ കാലത്തിൽ അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ? മാറി ഇങ്ങോട്ട് വാ, അവൻ തുറക്കും. വാ. എന്താ നിന്റെ മുട്ടി അനങ്ങുന്നില്ലേ? എടാ അളിയാ, ഒന്നും കൂടി ശ്രമിക്കടാ. ട്രൈ ചെയ്യടാ. നല്ല ലോക്കാൻ തോന്നുന്നു. എടാ, എന്ന് വെച്ചാ എല്ലാ പ്രേതത്തിന്റെ കളിയാടാ. ആ പ്രേതത്തിന് പിടിച്ച എല്ലാ സാധനവും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അതെ. അപ്പൊ ഇഷ്ടല്ലാത്ത ഏതോ ഒരു സാധനം അവിടെ പുറത്തുണ്ട്. അതെന്താണ് ഐറ്റം? പ്രായത്തിനേരെ പോലെ സംസാരിക്കണ പട്ടി. എന്തോട് ഇങ്ങനെ വൃത്തിയായിട്ട് നോക്കല്ലടാ. നാട്ടിൽ അമ്മാവൻ ഇങ്ങനെ മര്യാദ കൊടുത്ത് തല നോക്കി നിർത്തിയല്ലോ. പക്ഷെ ഈ അമ്മാവന്റെ അനിയന്റെ തലയോ ഇങ്ങനെ പറഞ്ഞ് നാടിനെ മൊത്തം അതിനല്ലേടാ ഇവൻ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് സൂപ്പർ. അങ്ങനെ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് കാശ് കൊടുത്ത് വാങ്ങിയ ശില്പത്തിനെ ഒന്ന് ചിന്തയിലിടാൻ പറഞ്ഞു. ഇയാളെ കണ്ടില്ലേ? സെക്സിന് വേണ്ടി ആളെ വിളിച്ചോണ്ട് വന്നേക്കോടാ അയാള്. കൂട്ടിക്കൊണ്ടുവന്നതിൽ ഒരു കാര്യം ഉണ്ടടാ. അതെന്ത് കുന്തം? അവളിന്റെ അകത്തേക്ക് വന്നു എന്ന് വിചാരിച്ചോ?
നമുക്ക് പുറത്തേക്ക് രക്ഷപ്പെടാം. സോ ഹെൽപ് മീ. എന്തോ ശരി ഡാ, കഥക തുറക്കടാ. അതിനല്ലെങ്ങനെ ശ്രമിച്ചോണ്ടിരിക്കണത്? ഞാൻ വേണേ തുറക്കാൻ നോക്കട്ടെ. നീ വാ മൂട്. മൂടിയാണ് വെച്ചിരിക്കണത്, അതുകൊണ്ടല്ലേ ഓപ്പൺ ചെയ്യാൻ നോക്കണത്. നീ തന്നെ അങ്ങ് ചെയ്താ മതി. ഡാ, എന്നെ ഒരാളോട് ഡിസ്റ്റർബ് ചെയ്യുന്നു. എടി ഇവിടെ ഒരുത്തി ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുവാണടി. എന്ത്? അവളുണ്ടെങ്കിൽ പിന്നെ എന്നോട് തന്നെ വരാൻ പറഞ്ഞേ. അയ്യോ, അത് വേറെ ഇത് വേറെ. നീ അങ്ങനെ തിരിച്ചു പോലെ. ഫസ്റ്റ് ടൈം പ്ലീസ്. ഞാൻ എന്താ ചെയ്യുന്നേ? കാൽ പിടിച്ചോടി മാപ്പുറ പോലെ. എന്താടാ അമ്മ പുറകിലൊരു ഓട്ടുണ്ട്, അതുവഴി അകത്ത് കയറ്റിയല്ലോ. അടിപൊളിയടാ. പിറകില് ഓട്ടയോ? പുറകിൽ ഓട്ടെന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ വായി പൊളിക്കണത്? ഒത്തിക്കണോ? പുറകിലൊരു ഓട്ടയുണ്ട് അത്രേ, ആ വഴി കൂടി വാ. അത് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. മോളെ, ഒരു ചെറുത്. നിക്ക് നിക്ക് നിക്ക്, ഒരു ചെറുത്. എവിടെയാ ഓട്ടുള്ളത്? എവിടെയാ ഓട്ട? ഇതാ മരുമോനെ, അവൾക്ക് വരാനായിട്ട് ഈ വഴി അടിപൊളി. ഇതാണോ വഴി? അതെ, ഈ അതെ. വഴിയാണോ വരേണ്ടത്? അയ്യോ, വേറെ വഴിയൊന്നുമില്ല, ഈ വഴി കൂടി തന്നെ വേണം വരാൻ. അങ്ങനെ എന്താ വാ, ആട്ടിയിട്ടിരിക്കുന്നെ? കേറ്. ആ, എന്താ ആ, നോക്കാം. ആ, പോരെ. ആ. എപ്പോഴും റെഡി ആയിട്ടിരിക്കുവാൻ തോന്നല്ലോ. എന്താണോ പെണ്ണ് മേടിച്ച പയ്യനെ ഫ്രീ ആണെന്നാണോ ഇതിന്റെ അർത്ഥം? ഇതെന്തിനാണ് ഇവനെ വിളിച്ചോണ്ട് വന്നേക്കുന്നത്? എന്റെ അക്കൗണ്ടിൽ നിന്റെ ATM കാർഡ് കയറ്റാ. എന്റെ പൊങ്ങലെന്ന് അറിയില്ല, പിന്നെ ഇതിനെ പൊങ്ങ പൊങ്ങന്ന് പറഞ്ഞ ഞാനേ അവളെ ഏൽപ്പിക്കാനാ പറഞ്ഞേ. വീട്ടുകളെ ഇവളെ എനിക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞാലേ അത് കോഫിയാടാ. ബീച്ചിലെ ലവേഴ്സ് കിടക്കണമാരില്ല കിടക്കണത്. ഒറ്റ ചവിട്ട് കൊടുത്തണ്ടല്ലോ. ഒന്ന് വേഗം എടുത്തിട്ട് വാടാ. ഒന്ന് വാടോ, തളിച്ചു വിടറോ. അങ്ങനെയൊന്നും അല്ല, ആരെങ്കിലും വെള്ളം ഇവിടെ ഒഴിക്കോ? ഒരു ആഗ്രഹത്തിൽ അറിയാണ്ട് ഒഴിച്ചതാടാ. അങ്ങനെ നേരം അല്ലെ പിന്നെ അത് മാറി അതിലേക്ക് വീണെന്ന് പറയും. വാടാ മോളെ. എടോ, എന്താ കാണിക്കാൻ വരുന്നേ? എഴുന്നേപ്പിക്കാൻ പോവാണ്ട. ഇങ്ങനെയാണ് എണിപ്പിക്കാൻ നോക്കുന്നത്. ശരിടാ, കയ്യേ വെക്കുന്നില്ലടാ. എന്താ പോരെ? മോളെ ഒറ്റ ദിവസത്തെ ഭാര്യയെ, മോളെ വൺ ഡേ വൈഫേ. ആരുടെടാ അത്? എഴുന്നേക്കുന്നതിന് പക്ഷെ അവളുമാരായിരിക്കോ? എന്റെ ഭാര്യ പുറത്ത് ഭാര്യമാർ, വീട്ടിന്റെ അകത്ത് മാറ്റർ. ഭാര്യമാരുടെ അടുത്ത് മാറ്ററിനെ മറയ്ക്കാൻ പറ്റുമോ? ബാസു എവിടെ? ദൈവം സഹായിച്ച് ജീവനോടുണ്ടല്ലോ. ചാവട്ടെ എന്ന് പറഞ്ഞല്ലേ ഇട്ടിട്ട് പോയത്. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നത് എല്ലാം എനിക്കറിയാടി. എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെന്താ, വിട്ടേജ് പോയിട്ട് 2 ദിവസമായില്ലേ, ഇപ്പൊ എന്തിനാ വന്നേ? അളിയാ, ഇവളുമാരെ നല്ലപോലെ പോയി പുറത്ത് ഫുഡ് അടിച്ചിട്ട് ഇപ്പൊ എൻജോയ് ചെയ്യാൻ വന്നേക്കാന്ന് തോന്നുന്നു. കറക്റ്റ് അല്ലേടി? അതെ, റൂം എടുത്തിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തത് നിങ്ങൾ കണ്ടല്ലേ? നീ എന്തിനാ നിൽക്കണേ? പൊയ്ക്കോടാ. നിങ്ങൾ ഒറ്റക്കൂട്ട് എന്തെങ്കിലും ശ്മശാനത്തിലേക്ക് പോയാലും എന്നൊന്നും ചെയ്യാൻ വിടില്ലേ? മറ്റേ ഐറ്റം വന്നപ്പോ തുറക്കാത്ത കഥവ് ഇവളുമാര് വന്നപ്പോ തുറക്കുന്നതിൽ എന്തൊക്കെ കാര്യം എന്തായിരിക്കും? എടാ, ഒരുപക്ഷെ ഇവളുമാരും ഇവന്റെ ആളിനെ പോലെ ആയിരിക്കും. രണ്ടുപേരും സത്യം പറ, എവിടെയൊക്കെ പോയി ആരെയൊക്കെ കണ്ട്? സത്യം പറ. ഈ നാട്ടിലുള്ള ആരെയും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ആരും പോയി കാണാൻ. എന്റെ ഭാര്യടാ. എടാ, OTT പോലെ 3 നിമിഷം കൊണ്ട് തീരുടാ. ഒരു പ്രശ്നമില്ല. ആഹാ, മരുമക്കളെ, ഏകദേശമായിട്ടുള്ളത് പിന്നെ ചെയ്യാന്ന്. സൂപ്പർ ആയിട്ടുള്ളത് ഇപ്പൊ ചെയ്യാൻ പറയണ മക്കളെ. ഭാര്യ അമ്മവാ. മരുമക്കളാണല്ലേ? പിടിച്ചാലോ മരുമക്കളെ. നിന്നോടൊരു പുറത്തുവരാൻ പറഞ്ഞു. അകത്ത് പല കൈകാര്യം ചെയ്യാം. ഇവിടെ കാര്യം സാധിച്ചോ? അകത്തോട്ട് പിന്നെ പോകാം. ആദ്യം ഇവിടെ കൈകാര്യം ചെയ്യും. ഞാനല്ലേ കൂട്ടിക്കൊണ്ടുവന്നത്, എനിക്കിട്ട് ഭാരമൊക്കെയാണല്ലേ? നീയാ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ലടാ. എനിക്കണ്ടടാ ഈ മാനമര്യാദ, എനിക്കൊണ്ടടാ. എന്താ മക്കളെ, നിങ്ങൾ എങ്ങനെ വന്നേ? അത് വേറൊന്നുമല്ല മോളെ. പിള്ളേരെന്തോ പ്രശ്നം പറഞ്ഞ് എനിക്ക് ഫോൺ ചെയ്തിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റ് പിടിച്ച് അമ്മാനോട് എത്തി. അതെ അതെ, വായി തുറന്നിട്ടില്ല, പിന്നെ ശബ്ദം വരുന്നു. അതാ വിചാരിച്ചേ. 4 ആണുങ്ങളുണ്ട്, ഞാൻ ഒരാളല്ലേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചു. ശരി, നിന്റെ റേറ്റ് എത്രയാ? ഇതെന്റെ ഭാര്യയാണ്, അല്ലാതെ വണ്ടേക്കുള്ള വൈഫാ. ചെടി വണ്ടേ ഭാര്യ അല്ല. കൂടെ എന്നെ അങ്ങനെയാ വിളിച്ചത്. ലൈഫ് ടൈമോ? ബോറടിക്കില്ലേ? ഒന്ന് വിട്ടാലുണ്ടല്ലോ. അതിനെ കുറിച്ച് തന്നെയാ ചോദിക്കുന്നേ. അതെ, പിഞ്ചി മാമ്പഴമേ, ഇവിടുന്ന് പോവാൻ നോക്ക്.
അപ്പോ ഞാനും നിങ്ങൾക്ക് ലൈഫ് ടൈം ആണ്. അതെ മുത്തേ മുന്നേ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവസ്ഥ ഇനിയിപ്പോ എന്താ പറയാ, ഒന്നും പിടികിടുന്നില്ല. പൂജ എനിക്ക് തന്നെ അറിയില്ല. എൻജോയ്മെന്റ് ആണല്ലോ. പാർട്ടിയോ അതോ ഹണിമൂൺ ട്രിപ്പോ? എടോ നീ ആരാ? നീ എന്തിനാക്കുന്നത്? എന്താ ബോസ്, ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു, ചെയ്തപ്പോ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. മലയാളിയാണെന്ന് ചോദിച്ചപ്പോ ആണെന്ന് പറഞ്ഞു. ആണപ്പോ ഏത് മലയാളിയെന്ന് ചോദിക്കും. എന്നെ കണ്ടാ മോശമായിട്ട് തോന്നോ? കളിയാക്കുന്നോടാ. അവൻ എന്താ ചോദിച്ചാ നീ എന്തേ പറഞ്ഞോണ്ടിരിക്കുന്നു പന്നം? ഓടാ, ഇപ്പൊ എനിക്ക് ഒന്നും ഓർമ്മ നിക്കത്തില്ല. കള്ളിന്റെ ലെവല് മാത്രം നിക്കും. ഇപ്പൊ അതും കുറഞ്ഞിറങ്ങി വരുവാ, കൈയൊക്കെ വിറയ്ക്കുക. കള്ളവിടെ, കള്ളവിടെ. നീ എന്താ കുടികാരൻ കൂവാണോ? കുടിയന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കുടിയനാ ഞാൻ. എന്നെ കുടിയനെന്ന് വിളിക്ക്, മനുഷ്യനെ അല്ലെന്ന് പറ, മലയാളി അല്ലെന്ന് കൂടെ പറ. പക്ഷേ കള്ളില്ലെന്ന് മാത്രം പറയാതെ. കള്ളില്ല. എന്താ ബോസ്, വെറൈറ്റി ഐറ്റങ്ങൾ ഇറക്കി നിനക്ക് ഇവരെ കണ്ട ഐറ്റങ്ങൾ പോലെയുണ്ടോ? ചെറിയതാണല്ലോ, മറച്ചു വെക്കേണ്ടതൊക്കെ തുറന്നു വെച്ചേക്കാണല്ലോ. ഐറ്റം അല്ലേ? ഓക്കേ, കള്ളില്ല അല്ലേ? സാരമില്ല. ഡോ, ഈ കഥ ഇങ്ങനെ തുറക്കണോ? തുറക്കാനേ പറ്റുന്നില്ലല്ലോ. ഏതെങ്കിലും ബൈപ്പാസ് ഉണ്ടോ വീട്ടില്? എടാ, ഇവളുമാരകത്തേക്ക് വന്നപ്പോ തുറന്ന വാതില് ഇവൻ പുറത്തു പോയപ്പോ തുറന്നില്ലെങ്കിൽ അപ്പൊ ഇവനോ? വെർജിൻ. ഈ തേണ്ടിയാ ഇത്ര പ്രായത്തിൽ വെർജിനാ? അവന്റെ ഓറിജിൻ നമുക്ക് നോക്കാം. സമയം രാത്രി 7 മണി. ആ ബോസ്, നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് അവളെ ഇവിടെ ഇരുത്താൻ പറ്റും? ഇങ്ങോട്ട് വരുന്നുണ്ടോ മോനെ? അവളെ ഇവിടെ ഇരുത്തിച്ച് നീ അപ്പുറത്ത് പോ. മൂടായിട്ട് പറയാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എനിക്കൊരു 4 വയസ്സ് കാണും. എന്താടാ വിരല്? എന്റെ വിരല് മാത്രമല്ല, ഫ്രണ്ട്സിന്റെ വിരലെല്ലാം ചപ്പുമായിരുന്നു. എടാ, നീ ചാപ്പിയൊക്കെ തന്ന് ഇവിടെ പറഞ്ഞ അടിച്ചാണ്ടല്ലോ. ഈ നാട്ടിലേക്ക് എങ്ങനെയാ വന്നത്? പറയടാ. ഷോർട്ടും സ്വീറ്റുമായിട്ട് പറയാം. ഞാനും എന്റെ 4 ഫ്രണ്ട്സും ജോളി ട്രിപ്പിന് ഇവിടെ വന്നു. വന്ന സ്ഥലത്ത് കള്ള് കുടിച്ച് ബോധം പോയി. എണീച്ച് നോക്കിയാ എന്റെ ഫ്രണ്ട്സിനെയും കാണുന്നില്ല, എന്റെ പാസ്പോർട്ടും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. തെരുവ് തോറും നടന്നു, ആവശ്യമുള്ള ഹെൽപ്പ് എല്ലാം ചെയ്തു. കള്ളെല്ലാം മേടിച്ചു കൊടുത്തു. കുടിച്ച് നൈറ്റ് ബോധം പോവും. അപ്പൊ രാവിലെയോ? ബോധം പോവും. ഉച്ചക്ക് എന്ത് ചെയ്യും? ബോധം പോവും. അപ്പൊ രാത്രിയാ? അതല്ലേ പറഞ്ഞേ. എടാ, ജീവിതത്തിൽ സ്ത്രീകളൊക്കെ ഇവൻ ചരിഞ്ഞു കഴിഞ്ഞാൽ അവരും ചരിയൂലേ? പോയിന്റ്. ആ പോയിന്റിനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷേ എന്റെ കഥയ്ക്കും കഥവ് തുറക്കാത്തതിനും എന്ത് ലിങ്ക്? എടാ പന്നച്ചെറുക്ക, ഈ വീട്ടിൽ ഒരു പ്രേതം ഇരിപ്പുണ്ട്. അതിന് വെർജിൻ ചെക്കൻ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. ഇവിടെ വെർജിൻ ആയവർക്ക് അകത്ത് വരാൻ പറ്റും, പക്ഷെ പുറത്തു പോകാൻ പറ്റില്ല. എന്തെന്നാൽ ഇതൊരേ ഒരു വഴി. ഞാൻ കുടിക്കുന്നവനാണ്ട് എന്ത് പറയാനും വിശ്വസിക്കുന്നു വിചാരിച്ചു. ഇവിടെ പ്രേതമുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എവിടെ വിളിക്കുക? ഈ പ്രേതത്തിനെ വിളിച്ചാ വരത്തില്ല, കാണിക്കേണ്ടത് കാണിച്ചാലേ വരുള്ളൂ. ചേട്ടാ, ഇത് കാഷ്വൽ പ്രേതം അല്ല, സെക്ഷുവൽ പ്രേതമാണ്. അതിന് ലെഗ് പീസ് ഇഷ്ടമല്ല, ലെഗിന് നടുക്കുള്ള പീസാണ് ഇഷ്ടം. ഇതുവരെ വെള്ളം പോലും ഒഴിക്കാതെ കള്ളു കുടിച്ചോണ്ടിരുന്നു. ഇന്ന് കള്ളാണെന്നും പറഞ്ഞ് വെള്ളമേ കുടിച്ചോണ്ടിരിക്കുന്നു. എല്ലാ കാമപ്രേതത്തിന്റെ സൂക്കേട്. അയ്യോ ആളിയാ, വലിയ പ്രശ്നമാടാ. എന്ത് പറ്റിയടാ? ഇത്രയും ദിവസം നമ്മൾ ആ പ്രേതത്തിന്റെ അടുത്ത് എടുത്തു വെച്ചില്ലേ സ്പ്രേ, അത് വളരെ തീർന്നു പോയി. ഇതാടാ അവസാനത്തെ ബോട്ടിൽ. ഈ ഒരു ബോട്ടിൽ നമുക്ക് 2 പേർക്ക് തികയത്തില്ലടാ, ഒരാൾക്കേ തികയത്തുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാനാ? എടാ, നമുക്ക് വേണ്ടി 2 പൊട്ടന്മാരെ കുടുങ്ങിയിട്ടില്ലേ? അതെനിക്കറിയാം, ആ കുടിയനും പിന്നെ അമ്മാവനും. അതെ, ആ 2 പേരിലെ ആരെങ്കിലും ഒരാൾ പ്രയത്നം തീർച്ചയായും കൊടുക്കും. ബാക്കിയുള്ള ഈ സ്പ്രേ ഇല്ലേ, ഇന്ന് രാത്രി നമ്മൾ മുഴുവനും മാറ്റി അടിച്ച് രക്ഷപ്പെട്ടെന്ന് വെച്ചോ. നാളെ തൊട്ട് നമുക്ക് സ്പ്രേ തന്നെ വേണ്ട. സൂപ്പർ ഐഡിയ. ടേബിളിൽ വെച്ചിട്ട് വാ, രാത്രി ഒന്ന് അടിക്കാം. ഓക്കേ, ചെല്. എടാ വെച്ചോടാ. നമുക്ക് പോവാം. എടാ, ഈ രഹസ്യം ആരും അറിയാണ്ട് നോക്കണേ. അതെ, തീർച്ചയായും. രഹസ്യം ഉറക്കെ പറയുന്നേ, അതല്ലല്ലോ കാര്യം. രക്ഷപ്പെടാൻ നോക്കാം. ഈ സ്പ്രേ അടിച്ചാലാണോ പ്രേതം പോകുന്നത്? ഇപ്പൊ ചത്തുപോയനല്ലോ. എന്തൊരു നാറ്റമായത്. എന്റെ നാറ്റം ഈ നാറ്റം ഇവിടെ മിക്സ് ആവണ്ട. കുളിച്ചിട്ട് വന്ന് ഫ്രഷ് ആയിട്ട് അടിക്കാം. എന്താ ഇത്? ബോഡി സ്പ്രേ പോലെ ഉണ്ടല്ലോ. വയാഗ്ര ഡിലേ സ്പ്രേ.
എടാ കുടിയാ, ഇത് നീ അടിച്ചിട്ട് എന്റെ ആളിന്റെ അടുത്ത് ആണാണെന്ന് പ്രൂഫ് ചെയ്യാൻ പോവാണ്. വിടൂലടാ, ഞാൻ വിടൂല. സമയം രാത്രി 10 മണി. രാമന് വെച്ച ട്രാപ്പിൽ പിടിപെട്ടത് മാമ. വേറെന്തോ സംഭവിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഈ സ്പ്രേ അടിച്ചിട്ട് എന്റെ ആളെന്ന് മറിക്കാന്ന് വിചാരിച്ചാലേ നമ്മുടെ ഫീലിംഗ് അവളുടെ അടുത്ത് വരെ റീച്ച് ആവുന്നുണ്ടല്ലോ. 2 in 1 പ്രോസസ് ആണെന്ന് തോന്നണേ. അതെ, പറഞ്ഞോളൂ. തുടങ്ങിയാലോ? അതിനല്ലേ ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു റൂമുണ്ട്, അങ്ങോട്ട് പോയാലോ? ഓ പിന്നെന്താ പിന്നെന്താ, പ്ലീസ് പ്ലീസ് പ്ലീസ്. പിഞ്ച് മാമ്പഴം, നിന്റെ സൈസിന് ആ റൂം തന്നെ മതിയാവുമല്ലോ. ഇവിടെയൊക്കെ എന്തിനാ? എന്റെ ഊട്ടി ക്യാരറ്റേ, ഒരു കാര്യമുണ്ട്. ഉണ്ടല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. റൂം എങ്ങനെയുണ്ട് മോണ? ഈ റൂം നിന്റെ മനസ്സ് പോലെ വലുതാണല്ലോ. അതെല്ലേ? അത് മാത്രല്ല, പല വിദ്യകളും കാണിച്ചു തരാമോ? ജനിച്ചതിനുള്ള ഫലം കിട്ടാൻ പോണ മോണ. മോണ അയ്യോ മോണ, എന്തിനാ എന്റെ ഡ്രസ് മാത്രം അഴിച്ചെടുക്കുന്നത്? നിന്റെ ഡ്രസ് അഴിക്കണില്ലേ? എത്ര നിയമാരെ തല നിർത്തി വെച്ചിട്ട് ഒരുപാട് നേരം കളിക്കാൻ വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ പ്ലേ ഗ്രൗണ്ടാ കിട്ടിയേക്കണത്. കളിക്ക് കളിക്ക് കളിക്ക്. എന്താ മോണ അപ്പഴേക്കിന്റെ മുകളിൽ കയറി വന്നത്? എന്താ നിന്റെ അനുജൻ കരയുന്നേ? നിനക്ക് തന്നെ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള നീ മറ്റുള്ളവർക്ക് ട്രീറ്റ്മെന്റ് നടത്തുന്നു. കുറെ അനിയന്മാരുടെ ചേട്ടൻ തന്റെ സ്വന്തം അനിയന്റെ പ്രശ്നം കൊണ്ട് പ്രേതത്തിന്റെ അടുത്ത് അടികൊള്ളുന്ന രംഗം. സമയം രാത്രി 11 മണി. ഒന്നും മിണ്ടാതിരി. എടോ അമ്മാവാ, അവന്റെ ചുവട്ടിൽ നിന്നോട് പോയി കുടുങ്ങാൻ പറഞ്ഞത്? വീടാളി ആവുമ്പോ അടി മേടിച്ചിട്ട് വന്നിട്ടിരിക്കുമല്ലേ അമ്മാവൻ പാവം. വീടാവനെ ചോദിക്കണ്ട. എന്താ ബോസ്, എന്നെ കുഴിച്ച് അടിക്കാൻ നോക്കിയല്ലേ? നീ കുടുങ്ങിപ്പോയാ എന്ത് ചെയ്തിരിക്കും? അല്ല നിനക്ക് ഫ്യൂസ് ഇല്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വല്ല ബെസ്റ്റല്ലേ? ശരി, എനിക്ക് കുടിച്ച് കുടിച്ചൊന്നും ഇല്ലാതെ പോയി. അയാൾ ഡോക്ടറല്ലേ, അയാൾക്ക് എന്താ കണ്ട ഉടനെ ഓ ഇനി അത് വേസ്റ്റ് എടുത്ത് എക്സിബിഷന് കൊണ്ട് വെക്കാൻ പറ. എന്താ മാമ, ഞാൻ പിണ്ണാക്കെ അമ്മാവമ്മ എന്ന് പറഞ്ഞാലേ ആർത്ത് തായ്ലൻഡ് കാക്കിട്ട് കൊടുക്കും. ഞാൻ മാമ മാമ എന്നല്ലേ വിളിക്കുന്നത്? അവർക്ക് വിളിക്കാം, അവർക്ക് അധികാരമുണ്ടേ. നീ വിളിക്കരുത്, ശരീരമൊക്കെ വിറക്കണുണ്ട്. പേരെന്താന്ന് പറഞ്ഞു തുറയ്ക്കാം. തമ്പി തുറ. എന്തുവാ? എടാ പ്രാന്ത, തമ്പി തുറ. നിന്റെ തമ്പിയെ തുറന്നു വിട്ടായിരുന്നു എപ്പോഴും രക്ഷപ്പെടാൻ. കോമഡി നോക്കെന്താന്ന് വെച്ചാല് എഡിറ്റ് നിൽക്കാത്ത ഇയാളുടെ അടുത്ത് എടുപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് വന്ന അവൻ. നിങ്ങൾ വന്നപ്പോ ഞാൻ ദൈവമാണെന്ന് വിചാരിച്ചേ, ഇതുപോലെ ഒന്നിനും കൊള്ളാത്ത കോമാളിയാണെന്ന് വിചാരിച്ചില്ല. അതേടാ, എന്നെ കൊണ്ട് പറ്റില്ലടാ, ഞാൻ സമ്മതിച്ചേക്കണു. നിങ്ങൾ ആമ്പിള്ളേരല്ലേ, എന്നാ പോയി ചെയ്ത് നോക്കട്ടെ. എന്തിനാ പെട്ടെന്ന് ദേഷ്യപ്പെട്ടെ? പിന്നല്ലാതെ നിങ്ങളെ 3 പേരെ ഈ തൊടയിൽ വെച്ച് കാതുകുത്തിയാ ഞാൻ. എന്റെ പഠിപ്പിനല്ലേ മര്യാദ ഇല്ലാത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് എന്റെ വയസ്സിനെങ്കിലും ഒരു മര്യാദടാ. 50+ ടാ. നിനക്ക് എന്തിനാണ് മര്യാദ തരുന്നത്? വയാഗ്ര ഡിലേ സ്പ്രേ അടിച്ചതിന് ശേഷവും ഡിലേ ഇല്ലാതെ ടാപ്പ് തുറന്ന പോലെ അപ്പോഴേ പോയി. നിനക്കൊക്കെ എന്തിനാണ് മര്യാദ? ഞാൻ പ്രേതത്തിന് അടി വാങ്ങിച്ചതാ, സമ്മതിച്ചു. നീ വീരനല്ലടാ, ഇവിടെ എല്ലാവർക്കും രക്ഷപ്പെടാനും വഴി കാണിച്ചതാ. 1000 ഐഡിയ ഞാൻ പറഞ്ഞു തരാം. നിന്നെ പറയടാ വിഡ്ഢി. പ്രേതത്തിന് ഇഷ്ടമുള്ളത് കത്തിച്ച പ്രേതം ഇവിടുന്ന് പോവും. പന്ന ചെറുക്ക, പ്രേതത്തിന് ഇഷ്ടമുള്ള ആസാന അവന്റെ 16 ഒരു ഐഡിയ കത്തിക്കാൻ പറ്റത്തില്ലല്ലേ? ഓട്ടനെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ അവൻ. ഇങ്ങോട്ടൊന്ന് പ്രേതത്തിന്റെ സാമാനം എല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞാ വെളിയിൽ പോവാ. എടോ പ്രാന്ത, നമ്മുടെ സാമാനം കൊണ്ട് തന്നെ പുറത്തു പോകാൻ പറ്റുന്നില്ല. ഇതിൽ പ്രേതത്തിന്റെ സാമാനം എടുത്തോണ്ട് പോകാൻ പോവാണോ? അയ്യോ, യുവമാരുടെ വായിലെ ചീത്ത വാർത്തലൊന്നും വരില്ലേ? നിങ്ങളുടെ വായിലാരുടെ ദീർത്തൊഴിച്ചു തന്നത് എന്റെ തലയിലെടുത്ത് അത് ഞാനാ വെച്ചത്. എന്റെ ബുദ്ധി തായ്ലൻഡ് ചെരുപ്പ് കൊണ്ടോണോട് അടിക്കാനായിട്ട്. ഐഡിയ, ഈ ചതുര ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ പ്രേതത്തെ കരയിൽ ചോടിക്കാൻ പോകുന്നത്. എല്ലാം റെഡി ആയിട്ടിരിക്കുക, ബോർഡ് സൂക്ഷിച്ചു വെക്കുക. ഇതാണോ ബോർഡ്? എവിടെയാ ഗ്ലാസ്? ഈ സാധനം വെച്ചാണ് നമ്മൾ ഈ കളി കളിക്കാൻ പോകുന്നത്. ഇതൊരു കണ്ടക്ടർ. ഈ പ്രപഞ്ചത്തിൽ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും 2 എനർജി ഉണ്ട്. മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ അമ്പലത്തിനുള്ളിൽ പോകുമ്പോൾ പോസിറ്റീവ് എനർജി, ഇത് തന്നെ ശ്മശാനത്തിൽ പോയാൽ നെഗറ്റീവ് എനർജി. മനസ്സിലായോ? ഇപ്പം ഈ വീട്ടിനകത്തുള്ളത് നെഗറ്റീവ് എനർജി. സോ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്നത് പോലെ പ്രേതത്തെ കൊണ്ട് തന്നെ എടുക്കും.
ആ പ്രേതം വരുമ്പോൾ പല സിംറ്റംസ് കാണിക്കും. ആരും പേടിക്കണ്ട, മനസ്സിലായോ? എല്ലാവരും ഇതിൻ്റെ മുകളിൽ നിങ്ങളുടെ ചൂണ്ടുവിരൽ വെക്കൂ. ഈ പ്രാർത്ഥന എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വരുന്ന പ്രേതങ്ങൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരണം. അല്ലാതെ ഉള്ളിലിരിക്കുന്ന പ്രേതത്തിൻ്റെ കൂടി നമ്മളെ ഇവിടുന്ന് ഓടിക്കാൻ പാടില്ല. നമ്മുടെ കൺട്രോളിൽ ആ പ്രേതം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കൈയെല്ലാം ചേർത്ത് വെക്കണം. ഒരു കാരണം കൊണ്ടും ആ കൈയൊന്നും എടുക്കാൻ പാടില്ല. എല്ലാവരും കണ്ണടയ്ക്കൂ. കയ്യെ ചേർത്ത് വെക്കെല്ലാരും. തുടങ്ങാം. ഞാൻ ഈ കളി കളിക്കാൻ വേണ്ടി കളിക്കുമല്ല, ഞങ്ങളുടെ ജീവന് വേണ്ടി കളിക്കുകയാണ്. അതുകൊണ്ട് സഹായിക്കുന്നവർ മാത്രം വരിക, അല്ലാത്തവർ വരാൻ പാടില്ല. ഇത് ഈ പ്രപഞ്ച ശക്തിയിന്മേൽ സത്യം. ആരോ വന്നെന്ന് തോന്നുന്നു. സംസാരിച്ചു നോക്കാം. കണ്ണുകൾക്ക് രണ്ടുപേരിൽ ആരെങ്കിലും ഒരുത്ത എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ടും വരാതെ കത്തിത്തീർന്ന കമ്പിത്തിരിയും മത്താപ്പവും നിങ്ങൾ എന്റെ അടുത്തേക്ക് അയച്ചല്ലേ. എനിക്ക് വേറെ പ്രേതത്തെ സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തില്ലേ? ഇതിനെയാണ് ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത്. അതെ അതെ, നിനക്കൊരു കുറവുണ്ടാവരുത്, നിങ്ങൾക്കൊരു കുറവുണ്ടാവരുതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത്. പ്ലീസ് പ്ലീസ് അവരെ വിട്ടേക്ക്. അവരൊരു പാവം ചെയ്തിട്ടില്ല, പ്ലീസ്. ഇവരുള്ളത് കൊണ്ടല്ലേ നിങ്ങളെല്ലാവരും എന്നെ സന്തോഷപ്പെടുത്താൻ ശ്രമിക്കാത്തത്. അയ്യോ, ഞാൻ ഇവരെയൊക്കെ കൊന്നുകളഞ്ഞാലോ? അയ്യോ വേണ്ട 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 പ്ലീസ് വേണ്ട, പറഞ്ഞു കേക്ക് പ്ലീസ്, അവരെ വിട്ടേക്ക്. നിനക്കിപ്പോ എന്താ, ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ വരണം, അത്രയേ ഉള്ളൂ. ഞാൻ വരാം ഇവരെല്ലാരെയും വിട്ടേക്ക് പ്ലീസ്. അവരെ വിട്ടേക്ക്, ഞാൻ വരാം ദയവ് ഇതവരെ വിട്ടേക്ക് പ്ലീസ്, വിട്ടേക്ക്. 8 മണിക്ക് ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിലുണ്ടല്ലോ, ഓക്കെ ഞാൻ തീർച്ചയായും വരാം. എന്തിനു കരയണ നീ? നോക്കി കിരൺ, ഈ പിശാശ് നിന്നെ തലകിഴ നിൽക്കാൻ വെച്ചില്ലെന്ന് സന്തോഷിക്കേ. പ്രേതത്തിന് പോലും ഞാനൊരു പെണ്ണാണെന്ന് തോന്നുന്നില്ല. ഇത് നാട്ടാർക്കെല്ലാം നല്ലവനായി ചെമ്മേ വളർന്നേനെ, കൂടെ നീ പിറന്നുവല്ലോ തലകുനിയാൻ വച്ചാനേ. Once upon a time നീയോ വലിയൊരു പാമ്പാണേ, എന്നാലും നീയായിപ്പോയി ഓട്ടച്ചണ്ട. കൊച്ചുമണി കൊച്ചുമണി എന്താടാ നീ കൊച്ചുമണി, പോക്കറ്റിൽ വെക്കാനൊരു സുന്ദരി ഫോട്ടോനിക്കില്ലയോ? കൊച്ചുമണി കൊച്ചുമണി എന്താടാ നീ കൊച്ചുമണി, ബൗളിംഗ് ഇനിയും ചെയ്യും മുമ്പേ ക്ലീൻ ബോൾഡാക്കി നീയേ. ഓർമ്മയുണ്ടോ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ കൈ തന്ന് സഹായിച്ചില്ലേ? ഇപ്പൊ നീ യൂസ്ലെസ് ആയി മാറിയില്ലേ? നിന്നെ വെട്ടി എറിയട്ടെ. കൊച്ചുമണി കൊച്ചുമണി എന്താടാ നീ കൊച്ചുമണി, പോക്കറ്റിൽ വെക്കാനൊരു സുന്ദരി ഫോട്ടോനിക്കില്ലയോ? കൊച്ചുമണി കൊച്ചുമണി എന്താടാ നീ കൊച്ചുമണി, ബൗളിംഗ് ഇനിയും ചെയ്യും മുമ്പേ ക്ലീൻ ബോൾഡാക്കി നീയേ. 5-ാം ദിവസം രാവിലെ 8 മണി. എന്താ ഇത്? പെർമിഷൻ ലെറ്റർ ആണ് പ്രേതം മാഡം. അതൊന്നും നടക്കില്ല.
തൂക്കിക്കൊല്ലുന്ന ആളെ പോലും അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കും. അതേപോലെ ഞങ്ങളോടും ചോദിച്ചൂടെ? ഞങ്ങളും ജയിലിലുള്ള പോലെയല്ലേ നിന്റെ അടുത്ത് ഇരിക്കുന്നത്. ഒന്ന് കൺസിഡർ ചെയ്യേണ്ട പ്രേതം മാഡം. ഞങ്ങൾക്ക് എങ്ങനെ മരണം ഉറപ്പായി കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യം പോയിട്ട് വന്നേക്കാം. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവൂലേ? അതെ മാഡം, ഞങ്ങളുടെ ആഗ്രഹം നടന്ന നിങ്ങളുടെ ആഗ്രഹം നടന്ന പോലല്ലേ? ഇങ്ങനെ തന്നെയാണല്ലോ ലാസ്റ്റ് ടൈം നിങ്ങൾ എസ്കേപ്പ് ആവാൻ നോക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം വേറെ സിറ്റുവേഷൻ ആയിരുന്നു, ഇത്തവണ വേറെ സിറ്റുവേഷനും. അവസാനായിട്ട് എല്ലാവർക്കും ഒന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ച തെറ്റാണോ? ഒന്ന് മനസ്സ് കാണിക്കുന്നേ. ശരി, നിങ്ങൾക്ക് പുറത്തു പോകാം. കണ്ടീഷൻ നമ്പർ 1, നിങ്ങൾക്ക് 5 പേർക്കും പുറത്തു പോകാം. പക്ഷേ ആ 3 പെണ്ണുങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകും. എന്റെ കൂടെ ഇവിടെ ഉണ്ടാകും. സെക്കൻഡ് കണ്ടീഷൻ, വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും തിരിച്ചു വരണം. വന്നില്ലെങ്കിൽ ആ പെണ്ണുങ്ങളെ ഞാൻ കൊന്നുകളയും. മൂന്നാമത്തെ കണ്ടീഷനോ? പുറത്തു പോയിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വന്നാൽ എങ്ങനെയാ? അതിനു വേണ്ടിയാ നിങ്ങളെല്ലാവർക്കും ഈ ഇരുമ്പ് കവർ. ഇരുമ്പ് പൂട്ടിൽ പൂട്ടിയല്ലോ. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? എന്താ ശരി, പോവാ. മരുമക്കളെ, നമ്മളൊക്കെ ജീവനോടെ പുറത്തു വന്നൊരു സ്വപ്നം പോലെ തോന്നുന്നടാ. ശരീരത്തിനകത്ത് മുഴുവൻ തുരുമ്പ് പിടിക്കുന്ന തോന്നുന്നത്. തായ്ലാൻഡും വേണ്ട ഞാൻ ഇവിടുന്ന് പോവാണ്. എങ്ങനെയാ വീടിന്ന് പുറത്തു വന്നു? ഒന്ന് നാടൊന്ന് ചുറ്റി കണ്ടിട്ട് അങ്ങനെ തന്നെ ഓടി രക്ഷപ്പെട്ടാലോ? നീ എന്തൊക്കെയാ പറയുന്നേ? ഈ ട്രീറ്റ്മെന്റ് വേണ്ടിയില്ല ഇവിടെ വന്നത്. ഇയാളോ ട്രീറ്റിന് വേണ്ടിയും. പക്ഷെ ഞങ്ങൾ അങ്ങനെയാണോ? താലി എടുത്ത് തായ്ലൻഡ് വരെ കൂട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ പോകാൻ പറ്റുമോ? വൃത്തിയുടെ പന്നത്തേണ്ടി ഞാൻ എന്റെ വൈഫ് ഇല്ലാണ്ട് ഇവിടുന്ന് ഒരു അനക്കം പോലില്ല. എത്ര ദിവസമായാലും എന്തൊക്കെ ആയാലും ശരി, ഞാൻ എന്റെ വൈഫ് ഇല്ലാണ്ട് വരത്തില്ല. നീ വേണ്ടി പോടാ പറ്റി. നീയൊക്കെ മനുഷ്യന്മാരാണോ? ഇപ്പൊ വന്ന് എനിക്കേ ഇവരെ സഹായിക്കാൻ തോന്നുന്നുണ്ട്. നീയൊരു സ്വന്തക്കാരൻ, നീയൊരു ഫ്രണ്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട ബോസ്. അറിയാവുന്ന ഒരാളുണ്ട്, അവരുടെ കൂട്ടിക്കൊണ്ട് പോവാം. അയാൾ ഇറങ്ങിയ പ്രേതമല്ല, ഓടും. കണ്ട പ്രേതമല്ല, പേടിക്കും. തൂങ്ങുന്നത് ശരിയായ സ്ഥലത്ത് തന്നെ, പക്ഷെ എല്ലാം പൂട്ടാണല്ലോ. ഞാൻ പുറത്ത് സ്പൂണും കണ്ടിട്ടുണ്ട്, ചട്ടിയും കണ്ടിട്ടുണ്ട്. ഇതെന്ത് ചട്ടിയാ? ഓ, ഫേഷ്യനാണോ? ഇരിക്കൂ. താങ്ക് യു സാമി. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നെന്ന് മനസ്സിലായി. ഓരോ ആത്മാവും തന്റെ നിറവേറാത്ത ആഗ്രഹങ്ങളെ ഓരോ രീതിയിൽ തീർക്കും. ഇപ്പൊ പറയൂ, നിങ്ങളുടെ വീട്ടിലുള്ള ആത്മാവ് എന്താ ചോദിക്കുന്നേ? ഇറച്ചി മീനാണോ? അല്ലല്ല. സാധനമാണോ? ഇല്ല സാമി. വേറെന്താ ചോദിക്കുന്നേ? പ്രതികാരം ചെയ്യാനാണോ? അല്ല സ്വാമി. വേറെന്താ ചോദിക്കുന്നേ? സ്വാമി, അത് ബൂമ്പും ചോദിക്കുന്നു. ബൂമ്പും ചോദിക്കുന്നോ? അതെ സ്വാമി. ആരുടെ കൂടെയാ? എല്ലാരോടൊപ്പം സ്വാമി. ആ ആത്മാവിന്റെ ആഗ്രഹം വളരെ കൂടുതലാണ്. സോ ആ ആത്മാവിന്റെ ആഗ്രഹം തീർക്കാതെ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്കൊരു കൊച്ചു കഥ പറഞ്ഞു തരട്ടെ. എന്താ സ്വാമി? വിജയും വിജയ് സേതുപതി എല്ലാരും പറയുന്നല്ലേ കൊച്ചു കഥ. ഇതൊക്കെ എന്തിനാ സ്വാമി? അനിയ, അവര് പറഞ്ഞത് ഒരു ചെറിയ കഥ. ഞാൻ പറയാൻ പോകുന്നത് കുറെ കുട്ടികൾ ഉണ്ടാക്കിയവന്റെ കഥ. ഈ നാട്ടില് ആടിനിരിക്കട്ടെ പെണ്ണിനിരിക്കട്ടെ മൂക്ക് നീണ്ടിരിക്കില്ല, എല്ലാവർക്കും ചപ്പിയായിരിക്കൂ. പക്ഷെ 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരുത്തിന് മാത്രം മൂക്ക് നീണ്ടിരുന്നു. അതിനെ കണ്ട ആണുങ്ങൾ അവന് കളിയാക്കി ചിരിച്ചു. പക്ഷെ പെണ്ണുങ്ങൾ മൂക്ക് തന്നെ ഇത്ര നീളമുണ്ടെങ്കിൽ മുട്ടിന് മുകളിലുള്ള ആശ്ചര്യം കൊണ്ട് അവന്റെ മൂക്കിന്റെ മുകളിൽ തന്നെ കൈവച്ചു. അവന്റെ മൂക്ക് തൊട്ട കൂടെ വന്ന് 30 ആണുങ്ങളുടെ ശക്തി കിട്ടും. അവന് എല്ലാവർക്കും സ്വർഗം തന്നെ കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും അവന്റെ ആക്രാന്തം കൂടി അത് റാണി വരെ എത്തിച്ചേർന്നു. പിന്നെ എന്താ സംഭവിച്ചേ സ്വാമി? ഇത് അറിഞ്ഞ രാജാവ് അവൻ അവിടെ തന്നെ നിർത്തി പാകം ചെയ്ത് ശില്പമാക്കി. പക്ഷേ ഈ കഥ മനസ്സിലാക്കിയ ഒരു പെണ്ണ് മാത്രം അവനെ പോലെ തന്നെ ഒരു ഭർത്താവ് ഒക്കെ വേണമെന്ന് ആ ശില്പത്തെ ദൈവമായി വിചാരിച്ച് 40 വർഷം തപസ് ചെയ്തു. പക്ഷേ അവളുടെ ആഗ്രഹത്തെ പോലെ ഒരാണുങ്ങളും അവക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ദേഷ്യപ്പെട്ട ആ പെണ്ണ് അന്ന് രാത്രി നല്ലവണ്ണം കുടിച്ചിട്ട് ആ ശില്പത്തിന്റെ മുമ്പ് ഇരുന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അവൾക്ക് വയസ്സും ജീവിതം പോയ വിഷമത്തിൽ അവളുടെ ചെരുപ്പെടുത്ത് ശില്പത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ശില്പത്തിന്റെ മൂക്ക് പൊട്ടി അവളുടെ മുമ്പിൽ വന്ന് വീഴുന്നു. അത് എടുക്കാൻ പോയപ്പോ അത് എഴുന്നേറ്റ് നിന്നു.
മഹത്വം അപ്പോഴാണ് അവള് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ പെണ്ണിന് എന്ത് പറ്റി സ്വാമി? 60 വയസ്സായില്ലേ? പോയി മോനെ. സ്വാമി, ആ കഥയും ഞങ്ങൾ തമ്മിൽ എന്താ സ്വാമി ബന്ധം? ബന്ധം ഉണ്ടെന്നേ. നല്ല കേട്ടോളി. ആ മൂക്ക് എടുത്തോണ്ട് പോയി നിങ്ങളുടെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുന്ന ആത്മാവിന്റെ അടുത്ത് കൊടുത്താലേ നിങ്ങളെ സ്വതന്ത്രരാവും. പറയാ മക്കളെ. പക്ഷെ അതിനു മുമ്പ് ഈ ഷെഡ്ഡി മാത്രം ഒന്ന് അയച്ചു സ്വാമി, പ്ലീസ് സ്വാമി. ഈ ഷഡ്ഡി എന്നെ കൊണ്ട് ഊരാൻ പറ്റില്ല. ആരും അത് കാണാത്ത വിധത്തിൽ ചെയ്തു തരാം. ഒരു 200 കിലോമീറ്റർ പോയാലേ എന്നുള്ള ഒരു മലയുണ്ട്. അതിന്റെ അകത്ത് പഴയ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്ക് പോകാനേ ഒരു പുഴ കടന്നു പോകണം. ആ ഗ്രാമം കഴിഞ്ഞ് 4 കിലോമീറ്റർ തെക്കോട്ട് പോയാ അവിടെയാണ് മൂക്ക് ദൈവത്തിന്റെ ശില്പം ഉള്ളത്. ആ ശില്പത്തിന് മുമ്പ് നിന്ന് 5 അടി മുന്നോട്ട് വന്ന് 2 അടി ഇടത്തോട്ട് പോയി അവിടുന്ന് 4 അടി വലത്തോട്ട് പോയി വീണ്ടും 2 അടി ഇടത്തോട്ട് വന്നാലേ അവിടെയാണ് മൂക്ക് കുഴിച്ചിട്ടിരിക്കുന്നത്. ഒരു അത്യാവശ്യ കാര്യം, ആ മൂക്ക് മാത്രം കൈകൊണ്ട് തുടരുത് കേട്ടോ. 1 2 3 4 5. എന്തിനാണ് അവനിങ്ങനെ പേടിപ്പിക്കുന്നത്? 2 അടി ലെഫ്റ്റ്. ഓക്കെ, ഇപ്പൊ 4 സ്റ്റെപ്പ് റൈറ്റ്. എടാ, അവൻ എന്തൊക്കെയോ പറഞ്ഞ് എന്നെ കൺഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അതെല്ലാം സെന്റർ തന്നെയാന്ന് തോന്നുന്നു. നീ അങ്ങോട്ട് കുത്തിക്കത്. കുത്തളിയാ കുത്ത്. വീട് വിട്ട് പുറത്തു പോയ ആണുങ്ങൾ രാത്രി 8 മണിക്കുള്ളിൽ തിരിച്ചു വരുമോ എന്നുള്ള വിഷമത്തിലാണ് പെണ്ണുങ്ങൾ. പതുക്കെ തുറക്ക്. റോക്കറ്റ് പോലെ ഉണ്ടല്ലോ. തൊട്ടു പോരുത്, കൊന്നുകളയും. ഇരുട്ടായ പേടിയിൽ ഹൗസ് മേറ്റ്സ്, ആഞ്ഞ കുത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മൂടായ പ്രേതം. ഇവിടെ വന്നത് തൊട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവളുടെ കൂടെ അകത്ത് പോയിട്ട് ഞാൻ ജീവനോടെ പുറത്തു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒരുപക്ഷെ ഞാൻ വന്നില്ലെങ്കിൽ നീ എന്നെ വിചാരിച്ച് നിന്റെ ജീവിതം പാഴാക്കരുത് പൂജ. എന്താടാ? 1 മിനിറ്റ് വന്നേ. 1 മിനിറ്റ് പൂജ, എന്താ കാര്യം? എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അകത്ത് പോയാൽ സാധനം കൊടുത്തിട്ട് നീ 5 മിനിറ്റ് പുറത്തു വരില്ല. എങ്ങനെ? എന്തിനാ ആവശ്യമില്ലാത്ത ഈ സെന്റിമെന്റ്സ് ഒക്കെ ഇപ്പോ? എടാ, ഈ പെണ്ണുങ്ങൾക്ക് വളരെ ഈസി ചെയ്യുന്ന ജോലി പോലും അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന പോലെ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഇഷ്ടപ്പെടൂ. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലല്ലേ റൊമാൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ. നല്ല കാര്യമാണ്, നല്ല കാര്യം കേട്ടോ. ശരി, ഓക്കെ. എടാ, അകത്ത് വെക്കേണ്ട സാധനം എല്ലാം വെച്ചു. ഓക്കെ ഓക്കെ, നീ അകത്ത് പോകുന്നു, പണി തീർക്കുന്നു, പെട്ടെന്ന് പുറത്തു വരുന്നു. ഓക്കെ, അതേപോലെ ഞാൻ അകത്ത് വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും മാറ്റർ തീർത്തേക്കണം. ഓക്കെ, താങ്ക് യു അളിയാ. ഗുഡ് ലക്ക്. മോളെ, നീ എന്ത് ചെയ്യും? അവനൊന്ന് കെട്ടിപ്പിടിച്ച് നല്ലപോലെ ചൂടാക്കി അയച്ചേ, എന്നാലും എല്ലാം ശരിയാവും. നീ ഒന്നും പറയണ്ട, ഇതൊക്കെ നമ്മുടെ സമയദോഷത്തിന്റെയോ. നീ ഉറപ്പായിട്ടും തിരിച്ചു വരും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നീ തിരിച്ചു വരും. മരുമോനെ, സൂക്ഷിച്ചു പോ മരുമോനെ. തനിച്ചു ഞാൻ ഒളിഞ്ഞിരുന്നേ 1000 രാവുകളിൽ. കണ്ണും നട്ടിരുന്നേ, നിന്നെ കാത്തിരുന്നേ, ഏകയായി ഞാൻ നോക്കി നിന്നേ. വിരഹത്തിൻ വേദനയിൽ രാവേറും കനവുകളിൽ രതിഭാവങ്ങളാൽ ഞാൻ കൊണ്ടിരുന്നേ. ഇരവാകയും ഉരുണ്ടുലഞ്ഞേ. പടർന്ന നിൻവിരിമാറിൽ കെട്ടിപ്പിടിച്ചുരഞ്ഞിടുവാൻ. ആഹാ, പടർന്നു നിൻവിരിമാറിൽ കെട്ടിപ്പിടിച്ചുരഞ്ഞിടാൻ തുടി തുടിച്ചാശപ്പെട്ടേ. വീരാ വീരാതി വീരാ, എന്നോട് വാടാ, എന്താഹം തീർക്കാൻ ചേർന്നലിയാൻ. വീരാ വീരാതി വീരാ, ഒന്നായി അനുഭവിച്ചുറങ്ങിടാൻ വാ. വീരാ വീരാതി വീരാ, എന്നോട് വാടാ, എന്താഹം തീർക്കാൻ ചേർന്നലിയാൻ.
കുറെ നേരം ആലും ഇവന് തുടങ്ങിയിട്ട് ഇവന് എപ്പ കഴിഞ്ഞ് എപ്പ വെളി വരാനേനി. എടാ വഴുതനങ്ങ മൂക്ക, അത് സാധാരണ പ്രേതമൊന്നുമല്ല. കാണിച്ചു തുടങ്ങിയാലേ ടൈപ്പായിട്ട് കാണിച്ചോണ്ടിരിക്കും. അത് മാത്രമല്ല ഐസ് ക്യൂബ് കൂടുതൽ ആ പ്ലേറ്റ് വരെ ഉണ്ടാക്കും. അയ്യോ ഈ ചാൻസ് ഞാൻ മിസ് ചെയ്തല്ലോ. എന്നെ അണുവണുവായി നീയും അനുഭവിക്കാൻ രതി സുഖമെന്നിൽ ഒലിച്ചിടുവാൻ ദേഹം തേടി നീ മേനി ചേർന്നു നീ രതി സുഖത്തിൽ മയങ്ങിടാം ഇടവേളയിൽ നീ വാടി പൊന്നുമോളെ കൂന്തൽ കറുപ്പ്. എടാ പരിപ്പേ അവിടെ നിക്കടാ. എന്താടാ എന്നാ ഞങ്ങയാ? എടാ ഞാൻ അള്ളിക്കൊണ്ടത് ഈ തള്ളിക്കൊണ്ടുപോകണല്ലോ. തന്നെ കൊണ്ട് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് മാറിക്കോ. ആരെ കൊണ്ട് പറ്റില്ല? അന്ന് പ്രേതൻ കണ്ണിൽ കാണാൻ പറ്റില്ല, പക്ഷെ അനിയന് കാണാൻ പറ്റി. ആ പേടി കൊണ്ട് അവൻ അല്ലറി നിലവിളിക്കായിരുന്നു. പറ്റാത്ത കാര്യത്തിൽ എന്താണ് അത്ര സംസാരിക്കുന്നത്? ശക്തിമാനെ കാണാമല്ലോ. കണ്ടറിഞ്ഞൂടെ ഞാനാണ് ബലശാലിന്ന്. കാണുമ്പോ മനസ്സിലാവുന്ന ബലശാലിയല്ല. അതുകൊണ്ട് നീ തെറ്റായി സംസാരിക്കല്ലേ. ഒരു കൈ നോക്കാം. എടി മൂക്ക് സമയയുടെ മന്ത്രം വർക്കൗട്ടായി. കുറച്ചായിട്ട് മൂട് കയറുന്നുണ്ട്. റെഡി മോന എനിക്കാണ്. ആ ഊരിന്റെ കുൽഫി എനിക്കുള്ളതാ. സ്റ്റാർട്ട്. എന്ത് പറ്റി സ്വാമി? അവരുടെ ഒരു അത്യാവശ്യ കാര്യം പറയാൻ മറന്നുപോയടോ. എന്താ സ്വാമി അത്? ആ മൂക്ക് ആര് തൊട്ടാലും 30 പേര് കാമ വെറി കൊണ്ടുവരും. അവര് മുമ്പിലുള്ളത് ആണായാലും ശരി പെണ്ണായാലും ശരി വച്ച് ചെയ്തിരിക്കുന്നേ. സ്വാമി നിങ്ങളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? അവരത് ചെയ്യാതെ ഞാൻ തടയാൻ പോവാ. എടോ പെണ്ണ് അവിടെ ഉണ്ട്, പോയിടാ. എടോ എന്നെ പിടിക്കുന്നത്? എന്നെ പിടിക്കടാ. എടോ വിടും. ഞങ്ങളെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. നീ എന്തിനാടാ നടുവിൽ വരേണ്ടത്? എന്താ ഈ ചരക്കിന് വേണോ? എടോ കിളവാ, നിന്റെ കാല് നിക്കണമെങ്കിൽ ഒരു വടി വേണം. അതും കൂടാണ്ട് നീ അന്വേഷിച്ച് വന്നോളൂ. ഉള്ളിലുള്ളത് തല മാറിപ്പോയി കിളവാ. പോടാ. നമുക്ക് ഓടിപ്പോവാ. നമുക്ക് പോവാ. വേണ്ട വിട്ടേക്കടാ വിട്ടേക്കടാ. വേണ്ട വേണ്ട. എന്താണ് നോക്കിയിരിക്കുന്നേ? ഇനി 5 മിനിറ്റേ ഉള്ളൂ. അതിനിടയിൽ മാറ്റർ കഴിക്കേ. തീരുടാ. ഓടാ. അനിയമരെ നീ എന്താ ചെയ്യുന്നേ? സ്വാമി എന്റെ മരുമക്കൾ രണ്ടുപേരും ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. ഈ തായ്ലൻഡ് മുഴുവൻ അലഞ്ഞിരിഞ്ഞിട്ട് കിട്ടിയൊരു പിഞ്ച് മാമ്പഴം ഇതാണ്. ഇതാണോ പിഞ്ച് മാമ്പഴം? ഇവിടെ കടിച്ചു തിന്നു വെച്ചാൽ ഇവനും അതിന് പങ്കുവയ്ക്കണം സ്വാമി. പങ്കെടുത്തില്ലെങ്കിൽ പ്രേതം എന്നെ കൊന്നുകളെ. ഒന്ന് പറ സ്വാമി. അനിയന്മാരെ സ്വത്തും പിരിക്കാം ചോറും പിരിക്കാം, പക്ഷേ സുഖത്തെ പിരിക്കാൻ പറ്റില്ല മക്കളെ. സത്യം സത്യം. രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താ വഴി? അത് നോക്ക്.
എടാ രാഹുലേ, നീ എന്താ ഓവിയെ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നെ? അവിടെ മൊത്തം പ്രശ്നമാണെന്നേ, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടേക്ക് വന്നേ. ഇവന്മാര് എവിടെയൊക്കെയാണോ? എടോ താൻ എവിടെ? അതായത് 20 വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ഇവിടെ ചെയ്യാൻ വന്നില്ലേ? നീ പറയുന്നതിന് മുമ്പ് അവളെ ചെയ്തു തീർക്കോടാ. നിന്നെ നീ രക്ഷിക്കണമെങ്കിൽ ആ റൂമിനകത്ത് പോയി കഥ അടച്ചോ. ആര് വിളിച്ചാലും ആരുടെ ശബ്ദത്തിൽ വിളിച്ചാലും എന്തിന് എന്റെ ശബ്ദത്തിൽ വിളിച്ചാൽ പോലും കഥ തുറക്കരുത്. പോ. ജിഗിജിഗ ജിഗിജിഗ. എടാ തിമിംഗലോ, നീ എന്താ ഇവരുടെ കൂടെ? അതാണ് സ്വാമി, എപ്പോഴും അടിക്കാനേ വിളിക്കൂ. അതെ അതെ, ആദ്യമായിട്ടാ അടിക്കാൻ വിളിക്കുന്നത്, അതുകൊണ്ട് മിങ്കിളായി. സൂപ്പർ, കണ്ടിന്യൂ ചെയ്തോ. വന്നവരൊക്കെ പ്രേതത്തെ ചെയ്തോ? ഇല്ല സ്വാമി, പ്രേതമാണ് അവര് ചെയ്യുന്നത്. നീ എന്തോടാ പറയുന്നേ? അതെ സ്വാമി, ഞാൻ പറഞ്ഞത് സത്യമാണ്. ശരി, നീ പോയി ബാറ്ററി കഴിച്ചിട്ട് വാ. ശരി സ്വാമി. നോക്കേ, 3 മിനിറ്റേ ഉള്ളൂ. അതുവരെ എനിക്ക് ആത്മാവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. എങ്ങനെയാ സ്വാമി 3 മിനിറ്റോട്ട് കഴിയാ? നൂഡിൽസ് 2 മിനിറ്റ് ചെയ്തില്ലേ? ഇത് ചെയ്യാൻ പറ്റില്ലേ? ആ ചെല്ലുന്നേ. ശരി സ്വാമി. പണിയെടുക്കാൻ പറഞ്ഞ സമയം നോക്കിക്കൊണ്ടിരിക്കുക. എന്താ മോളെ, അതിനിടയ്ക്ക് എല്ലാം തീർന്നോ? ഇതിനെല്ലാം ഐഡിയ കൊടുത്തത് നീയാണോ? ഐഡിയ മാത്രമല്ല, ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത് ഞാനാണ്. ഇത്രയും വർഷമായിട്ട് അടങ്ങാത്ത ആശയുമായി കാത്തിരുന്ന എനിക്ക് അവസാനമായിട്ട് ലഭിച്ചത് ആ 2 വെർജിൻ ആണുങ്ങളാണ്. പൂജ, വാതിൽ തുറക്ക്. എടി വാതിൽ തുറക്ക് പൂജ. എടി വാതിൽ തുറക്ക്. സ്വാമി പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്? ആര് വന്ന് വിളിച്ചാലും തുറക്കരുതെന്ന്. എനിക്ക് നന്നായിട്ട് അറിയാം ഇത് ആരാണെന്ന്. എടി, ഞാൻ ശരിക്കും നിന്റെ ഭർത്താവാണ്, വാതിൽ തുറക്കടി. എനിക്ക് അറിയാടാ, നീ വീരയാണോ ഐരയാണോ എന്ന്. അയ്യോ, കോമഡി അടിക്കാതെ ആദ്യം ഒന്ന് വാതിൽ തുറക്കുന്നുണ്ടോ? എന്തുവാടി? എനിക്കൊരാഗ്രഹമുണ്ട്. അതൊക്കെ ഇടയ്ക്ക് പറഞ്ഞാൽ പോരെ, പറ്റേ പാട്. എന്തുവാടി എടി, സമയല്ലടി ഒന്ന്. ഫസ്റ്റ് നൈറ്റ് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹം. സ്വിമ്മിംഗ് പൂളില് ഇതില് സ്വിമ്മിംഗ് ഉണ്ടാവും, പക്ഷെ രണ്ടാമത്തെ അത് എന്റേതായിരിക്കില്ല. ഓക്കെയാണോ? അപ്പൊ വാ പോവാം. അതെ, പയ്യന്മാര് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങളോട് ചെയ്താൽ അത് റേപ്പ്. അതുപോലെ പയ്യന്മാർക്ക് ഇഷ്ടമില്ലാത്ത പെണ്ണുങ്ങൾ ചെയ്താൽ അത് റേപ്പാ. ഇതിന് ശിക്ഷയായിട്ട് ബ്രിഡ്ജിന്റെ അടിയിൽ തൂക്കി കൊന്നിട്ടുണ്ട്. എന്തിന്? എൻകൗണ്ടർ പോലും ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്റെ അടുത്തേക്ക് 30 പേരെ നീ അയച്ചില്ലേ, അത് റേപ്പ് അല്ലടാ, അത് തെറ്റല്ലേ? തെറ്റ് തന്നെയാ, വലിയ തെറ്റ് തന്നെയാ. ഞാൻ വലിയ തെറ്റ് ചെയ്തു മോളെ. ഞാനാ ഫസ്റ്റ്. ശരി, നമ്മൾ തമ്മിൽ ചുമ്മാ അടി ഉണ്ടാക്കണ്ട. നിന്റെ പേര് ടിയിൽ തുടങ്ങുന്നു, എന്റെ പേര് ആറിൽ തുടങ്ങുന്നു. ആൽഫബറ്റ് പ്രകാരം 6 ആണ് ആദ്യം, അതുകൊണ്ട് ഞാനാണ് ഫസ്റ്റ്. ഇങ്ങനെ ഒന്ന് ചെയ്താലെന്താ? എന്താ? ടോസ് ഇട്ട് നോക്കാം. തലയോ പൂവോ കിട്ടിയാൽ എനിക്ക് ഇങ്ങനെ നിന്നാ നിനക്ക്. അങ്ങനെ നിക്കത്തില്ലല്ലോ. നിക്കാതെ കാര്യത്തിന് മുക്കലിടാ മൂദേവി. മാംഗോ ടോസ് ഇടുന്നൊക്കെ പിന്നെ ആവാം, ആദ്യം ഇങ്ങോട്ട് വാ. എടി വാതിൽ തുറക്ക്, ഞാൻ എന്റെ ഭർത്താവ്. ഓ അതെയോ? ഞാൻ ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്, എന്നാ ഞാൻ വിശ്വസിക്കാം. ഓ, ഒന്ന് പെട്ടെന്ന് ചോദിക്ക്. ഫസ്റ്റ് ടൈം നീ എവിടെ വെച്ചാ എന്നെ കണ്ടേ? നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോ. പെണ്ണാണോ വന്നപ്പോ? എല്ലാരും ഫസ്റ്റ് ടൈം അങ്ങനെ കാണാം. ശരി, സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നേ? അതിനു വേണ്ടിയാണ് വന്നത്. അതെല്ലേ, അതിനു വേണ്ടിയല്ലേ ഇവിടേക്ക് വരാ, ഹണിമൂണിന്. ശരി, തേർഡ് ക്വസ്റ്റ്യൻ, നമുക്ക് 2 പേർക്കും നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം പറ. പറഞ്ഞ ഡോർ ഓപ്പൺ ചെയ്യാം. നിന്റെ അച്ചടാൻ പറഞ്ഞ ഇലക്ട്രിക് ഷെഡി അത് മാത്രം ഇട്ടിരുന്നില്ലെങ്കിലേ ഒരു പ്രശ്നമില്ലാതെ. ഇതിന് ഞാനെന്ത് ചെയ്യാനാ?
ഇതിന് പ്രായശ്ചിത്തമായിട്ട് എന്റെ ആശ നീ നിറവേറ്റ്. നീ വെർജിനാണെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ നിനക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാം. അളിയ ഉറപ്പായിട്ട് അകത്ത് പോയി നോക്കണോ? എടാ മൊട്ട തീർച്ചയായും പ്രേതത്തിനെ ഓടിച്ചിട്ടുണ്ടാവും. പ്രേതമായിരിക്കും മോട്ടെ പീസ് പീസ് ആക്കാൻ പോണത്. ശരി, ഇപ്പൊ എന്താ ചെയ്യാൻ പോവാ? ഒറ്റയ്ക്ക് കർമ്മം ചെയ്യണം. ഞങ്ങൾ പോകാം. നമുക്കകത്ത് പോയി നോക്കില്ലേ? മെല്ലെ മെല്ലെ. അളിയ എന്താ മൊട്ടയും ആ പെണ്ണ് രണ്ടിനെയും കാണുന്നില്ല. അതായത് പ്രേതം. എന്താ അമ്മാവാ ആരെയും കാണുന്നില്ലല്ലോ. മരുമോനെ, റൂം കാര്യമാണെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് ഇവിടുന്ന് പോവാൻ നോക്കാം. ബാ, ആ കാമപിശാശി എനിക്ക് അതും ഇതും പറഞ്ഞ് അവക്ക് മോക്ഷം കിട്ടി, എനിക്ക് മോശം കിട്ടി. എന്റെ ആഗ്രഹം തീർന്നിട്ടില്ല. അവൾക്ക് എങ്ങനെ ഒരു വെർജിനെ ആഗ്രഹിച്ച് കിട്ടിയോ അതുപോലെ ഞാനും ഒരു വെർജിൻ പെണ്ണിന്റെ അടുത്ത് എന്റെ ആഗ്രഹം തീർക്കാതെ പോവില്ല. സീസൺ കഴിയുമ്പോൾ നിങ്ങളെ വീണ്ടും കാണുന്നത് വരെ നിങ്ങളുടെ അടുത്ത് വിട പറയുന്നത് നിങ്ങളുടെ ഞാൻ. പ്ലീസ് അടി, ഞാൻ അങ്ങനെ അല്ലടി. നാളെങ്കിലും പോവോ? അതിനൊക്കെ ആ റിയാക്ഷൻ ആവശ്യമാണ്. ഞാൻ എടാ അത് ആരടാ അത്? പറയടാ. ആരുടെ താലന്റ് കാക്കി കിട്ടു കൊടുക്കും ഞാൻ. മരുമോനെ ഒരു മിനിറ്റ്. നിന്റെ മുഖം എന്താ പറ്റിയ കുളമലയായല്ലോ. മോന്ത ഇങ്ങനെ ചുരുങ്ങി പോയത് എന്താടാ? നിന്റെ മൂന്ത ഇങ്ങനെ ചുരുങ്ങി കിടക്കണത്. നിന്റെ മോന്ത എന്നിട്ട് ഇങ്ങനെ ചുണ്ടയ്ക്ക് മാറി ചുരുങ്ങി കിടക്കണത്.